നമസ്കാരം. ഇതൊരു പതിവ് ഡിബേറ്റ് അല്ല. പഹൽഗാമിലെ പകൽക്കൊലയിൽ ജീവൻ പോയവരുടെ ചോദ്യശരങ്ങളാണ്. പഹൽഗാമിൽ നിന്ന് പകച്ചത് പാകിസ്ഥാൻ തീറ്റിപ്പോറ്റിയ തീവ്രവാദത്തിൻ്റെ തീയും രക്തവും മാത്രമല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷാ നയം പാളിയതിൻ്റെ കൂടി ഞെട്ടിക്കുന്ന സാക്ഷ്യമാണ്. ഭീകരർ അതിരു കടന്ന് വന്നില്ല, നമ്മുടെ അതിരുകളാണ് തല കുനിഞ്ഞ് ക്ഷണം നൽകിയത് എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഈ സന്ധ്യയിൽ ശാന്തിയില്ല, സമാധാനമില്ല. രാജ്യം വീണ്ടും നിലവിളിക്കുന്നു പഹൽഗാമിൻ്റെ രക്തസാക്ഷിത്വത്തിന് മറുപടിയായോ എന്ന്. ഒരു കാലത്ത് ദൈവസാന്നിധ്യത്തിൻ്റെ നിലാവ് വീണ സ്ഥലമായി അറിയപ്പെട്ടിരുന്ന പഹൽഗാമിലാണ് തീയും രക്തവും ചൊരിഞ്ഞ് കാശ്മീരിലൂടെ രാജ്യത്തിൻ്റെ മാറിടം പിളർന്നു വീണിരിക്കുന്നത്. ഇപ്പോൾ ഭീകരരുടെ വീടുകൾ തകർത്ത് മറുപടി നൽകുമ്പോഴും, കരാർ റദ്ദാക്കി പാകിസ്ഥാൻ്റെ വെള്ളം കൂടി മുട്ടിക്കുമ്പോഴും വീണ്ടും വെടിയൊച്ചകളാണ് അതിർത്തികളിൽ. നിരപരാധികളായ നമ്മുടെ 27ഓളം സഹോദരന്മാരുടെ ജീവനെടുത്തതിന് ഉത്തരവാദികൾ ആരാണ്? ഇത് പാകിസ്ഥാൻ്റെ മാരക ഇന്ത്യ വിരുദ്ധ മനോഭാവത്തിൻ്റെ മറ്റൊരു തെളിവാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മളെ തകർക്കാൻ അവർ വീണ്ടും ആയുധമെടുത്തിരിക്കുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് രാജ്യത്തിൻ്റെ അതിരുകൾ നമ്മളെ സംരക്ഷിക്കാൻ കഴിയാത്തതാകുന്നത്? നമ്മുടെ അതിരുകൾ കാക്കുന്നവർക്ക് കീഴിൽ എന്താണ് നടക്കുന്നത്? അതിരു കടന്ന് തീവ്രവാദികൾക്ക് ഇപ്പുറം എത്താനും ആയുധം ഉപയോഗിച്ച് നമ്മുടെ ജീവനെടുക്കാനും കഴിയുന്നത് എങ്ങനെയാണ്? ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ വരും എന്ന് ഉണ്ടായിരുന്നെങ്കിൽ അതാരാണ് അവഗണിച്ചത്? എവിടെയാണ് നമ്മുടെ സുരക്ഷാ യന്ത്രം പാളിയത്? ശത്രുവിനെ തുരത്താനും പകരം വീട്ടാനും രാജ്യം ഒറ്റക്കെട്ടായി ഇപ്പോഴും നിൽക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോഴും ചില ചോദ്യങ്ങൾ ചോദിക്കാതെ മൗനം പാലിച്ചാൽ അത് വലിയ കുറ്റകൃത്യമായി മാറും. ഇത് ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയം കൂടിയാണ്. രാജ്യത്തിൻ്റെ ആന്തര സുരക്ഷയെക്കുറിച്ച് നമുക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ട സമയമാണിത്. ഉത്തരവാദികൾ ആരെന്നത് വെളിപ്പെടുത്തുക തന്നെ വേണം. ഭീകരതയ്ക്ക് പിന്തുണ നൽകുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കേണ്ട സമയമാണിത്. പ്രസംഗങ്ങൾ പോരാ, നടപടി വേണം. നമ്മെ രക്ഷിക്കാൻ ആരുണ്ട്? ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നരഹത്യയുടെ ഉത്തരവാദികൾക്ക് മാപ്പില്ല. പഹൽഗാമിലെ പകൽക്കൊലയ്ക്ക് മറുപടിയായോ? ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: CPIM-നെ പ്രതിനിധീകരിച്ച് KT കുഞ്ഞിക്കണ്ണൻ, BJP വക്താവ് അഡ്വക്കേറ്റ് BG വിഷ്ണു, മുൻ ഇന്ത്യൻ സ്ഥാനപതി MK ഭദ്രകുമാർ, മുൻ സൈനിക ഉദ്യോഗസ്ഥൻ ബ്രിഗേഡിയർ ഡോക്ടർ മോഹനൻ പിള്ള, ഇവർക്കൊപ്പം മുൻ സൈനിക ഉദ്യോഗസ്ഥൻ മേജർ ജനറൽ GD ബക്ഷിയെ കൂടി നമ്മൾ ഈ ചർച്ചയിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏറ്റവും ആദ്യം ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, നമ്മുടെ രാജ്യം ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പഹൽഗാമിലെ ആക്രമണത്തിന് എന്ന് പറയാൻ സാധിക്കില്ല, ആക്രമണത്തിന്. അതിന് നമ്മൾ പല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യം എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടോ അതിനൊപ്പം രാജ്യത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലുമുള്ള എല്ലാവരുമുണ്ട്. ഈ 3 ദിവസങ്ങളിൽ ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ നടപടികളിലൊക്കെ തൃപ്തിയുണ്ടോ? ഇത് മതിയോ? മറുപടിയായോ? ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല. പുൽവാമക്ക് സമാനമായ രീതി ഇന്ത്യൻ ഇന്റലിജൻസ് വിഭാഗത്തിന്റെയും നമ്മുടെ മിലിറ്ററി ഇന്റലിജൻസ് വിഭാഗത്തിന്റെയും നമ്മുടെ സുരക്ഷാ സേനയുടെയും വളരെ ഗുരുതരമായ വീഴ്ചയാണ് 28 വിനോദസഞ്ചാരികളെ. ഈ പെൻസൻവാലി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു മിനി സ്വിറ്റ്സർലൻഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ, സാഹസികമായ കുതിരയാത്രകൾ, ഇതൊക്കെ ഒരു അനുഭവമാക്കി മാറ്റാൻ പോയ ആളുകളെയാണ്, ഈ രാജ്യത്തിനകത്തും പുറത്തുമുള്ള ആളുകളെയാണ് ഭീകരവാദികൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിന് അവസരമുണ്ടാക്കിയത് ഒരു സംശയവുമില്ല നമ്മുടെ സുരക്ഷാ സംവിധാനത്തിന്റെ പാളിച്ചയാണ്. നമ്മുടെ മിലിറ്ററി ഇന്റലിജൻസ് ആവശ്യമായ രീതിയിലുള്ള നിരീക്ഷണം നടത്തിയില്ല എന്നുള്ളതാണ്. അതിന് ഉത്തരം പറയേണ്ടത് ആരാണ്? നമ്മുടെ ആഭ്യന്തര വകുപ്പും പ്രധാനമന്ത്രിയും തന്നെയാണ്. മിസ്റ്റർ അമിത്ഷായും നരേന്ദ്രമോദിയും ഇതിന് ഉത്തരം പറയാതെ മറ്റു രീതിയിൽ കാര്യങ്ങളെ തിരിച്ചുവിടാനുള്ള വളരെ വൈകാരികമായ, വളരെ സന്ദിഗ്ധമായ ഒരു സന്ദർഭത്തിലാണ് രാഷ്ട്രത്തെ അസ്ഥിരീകരിക്കുക, ബാൾക്കനൈസ് ചെയ്യുക എന്ന ഒരൊറ്റ അജണ്ടയാണ് പാകിസ്ഥാൻ കേന്ദ്രമാക്കി CIA എത്രയോ കാലമായി പോറ്റി തീറ്റി വളർത്തുന്ന
ഈ ലഷ്കർ ഇ തൊയ്ബയെ പോലുള്ള, ജെയ്ഷെ മുഹമ്മദിനെ പോലുള്ള, ഹിസ്ബുൾ മുജാഹിദ്ദീൻ പോലുള്ള തീവ്രവാദ സംഘടനകളുടെ ലക്ഷ്യം ഇതാർക്കാണ് അറിയാത്തത്? അഫ്ഗാനിസ്ഥാനിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് അട്ടിമറിക്കാൻ വേണ്ടി പാകിസ്ഥാന്റെ മദ്രസകളില് സിയാഉൽ ഹക്കിനെ പോലെയുള്ള ഒരു സേനയുടെ ഒരു പെപ്പറ്റായി പ്രവർത്തിച്ചിരുന്ന ഒരു ഭരണാധികാരിയുടെ സഹായത്തോടു കൂടിയാണ് ലക്ഷക്കണക്കിന് വരുന്ന തീവ്രവാദികളെ പരിശീലിപ്പിച്ചത്. അന്ന് പാകിസ്ഥാൻ അകത്തും ലോകത്തെല്ലായിടത്തും എന്തിനു വേണ്ടിയാണ് പാകിസ്ഥാൻ പോലെ ഒരു ദരിദ്ര രാജ്യത്ത് മദ്രസകൾ, ബഹുനില കെട്ടിടങ്ങൾ, സൈനിക കോംപ്ലക്സുകളൊക്കെ ഉണ്ടാക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്ത് ആധുനിക ജിഹാദിസത്തിൽ ജ്ഞാനസ്ഥാനം ചെയ്യിക്കുന്നത്? അതിന് കാർമ്മികത്വം വഹിക്കുന്ന സിഐയുടെ റോൾ എന്താണ്? സിഐയുടെ താല്പര്യം എന്താണ് എന്ന ചോദ്യം ഉയർന്നിരുന്നു. അപ്പോൾ എന്താണ്? പാകിസ്ഥാനെ ശക്തിപ്പെടുത്താനാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനെ അട്ടിമറിക്കുന്നതിലേക്കാണ് മുജാഹിദീൻ മിലിറ്ററി ഉപയോഗിച്ചത്. അവിടെ ആ ദൗത്യം നിർവഹിച്ച ആളുകളാണ് പിന്നീട് 1979-80 കാലത്തെ ഈ ദൗത്യ നിർവഹണത്തിന് ശേഷമാണ് പിന്നീട് കാശ്മീർ അതിർത്തിയിലേക്ക് ഈ മുജാഹിദീൻ മിലിറ്റന്റുകൾ വിവിധ നാമങ്ങളിൽ, വിവിധ രൂപങ്ങളിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദ ഗ്രൂപ്പുകളെ ടെററിസ്റ്റുകളായി വിന്യസിക്കപ്പെട്ടത്. 1994 നമുക്കൊക്കെ ഓർമ്മയുണ്ട്. ഹസ്രത് ബാൽ, ശ്രീനഗറിലെ ഹസ്രത് ബാൽ പള്ളി ഈ ഭീകരവാദികള് കൈയടക്കുന്നത്. നബിയുടെ തിരുമുടി സംരക്ഷിക്കാൻ ഇന്ത്യയിലോ കാശ്മീരിലോ കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾ അതിന് സംരക്ഷണം നൽകാനാണ് ഈ പള്ളി പിടിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഭീകരവാദികൾ അത് കൈയടക്കിയത്. അങ്ങനെ കൈയടക്കിയ സന്ദർഭത്തിൽ അസ്കർ അലിയെ പോലുള്ള ആളുകൾ കാശ്മീരിൽ ചെന്ന് ഈ കാര്യങ്ങളുടെ നിജസ്ഥിതി അന്വേഷിച്ചപ്പോ അവരെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്ത് ഹിന്ദു പത്രത്തിലൂടെ അസ്കർ അലി എഞ്ചിനീയർ തുടർച്ചയായിട്ട് എഴുതിയ ലേഖനങ്ങളിലൂടെ തുറന്നു കാണിച്ചത് എന്താണ്? അഫ്ഗാൻ ദൗത്യം കഴിഞ്ഞ തീവ്രവാദികൾ പിന്നീട് കാശ്മീർ അതിർത്തിയിലേക്ക് ഡിപ്ലോയ് ചെയ്യപ്പെടുകയായിരുന്നു. എന്താണ് കാശ്മീരിനെ തകർക്കുന്നത്? എന്താണ് ഇന്ത്യയെ അസ്ഥിരീകരിക്കുന്നതിന് പിറകിലുള്ള അമേരിക്കയുടെ താല്പര്യമെന്ന് നമ്മൾ കാണണം. ഇപ്പോ ഒരു നദീജല കരാറൊക്കെ റദ്ദാക്കുന്ന, ഈ നദികളെയും വെള്ളത്തെയും ഒക്കെ നയതന്ത്രപരമായ ഒരു ഉപകരണമാക്കുന്നത് എത്ര വിഡ്ഢിത്തരമാണ്! ഇന്നത്തെ കാലത്ത് അതൊക്കെ സാധ്യമാണോ? യഥാർത്ഥത്തിൽ ഭീകരവാദികൾക്ക് അവരുടേതായ ഭാഷയിൽ ഉത്തരം നൽകാൻ കഴിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഉത്തരവാദികളായ ആളുകളെ ആരാണെന്ന് പഠിക്കണം. അതിന് നമുക്ക് വന്ന പാളിച്ചകൾ, നമ്മുടെ ഇന്ത്യൻ ഡിഫൻസ് സംവിധാനത്തിന് വന്ന പാളിച്ചകൾ എന്താണ് എന്ന് കണ്ടെത്തണം. അതിന് തുനിയാതെ വാചകമടിച്ച് എന്താണ് അപ്രസക്തമായ നദീജല കരാർ റദ്ദു ചെയ്യും, പാകിസ്ഥാനിലെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കും എന്നൊക്കെ പറയുന്നത് വളരെ അബദ്ധമാണ്, പരിഹാസ്യമാണ്. ആ പരിഹാസ്യതയാണ് നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ ആഭ്യന്തരമന്ത്രിയും നമ്മുടെ പ്രതിരോധ മന്ത്രിയും ഒക്കെ ഇപ്പോ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. അഡ്വക്കേറ്റ് ബി ജി വിഷ്ണു, ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളിൽ ഒരു ത്രില്ലർ സിനിമയ്ക്കപ്പുറമുള്ള കയ്യടിക്ക് വകയുള്ള കാര്യങ്ങൾക്കപ്പുറം ഒന്നുമാകുന്നില്ല എന്ന ഒരു നിരീക്ഷണമാണ് ഒരുപക്ഷെ ഇവരെല്ലാവരും കെ ടി കുഞ്ഞക്കണ്ണൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ CPIM ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷത്തുള്ള എല്ലാവരും നിങ്ങളുടെ സർക്കാർ ഇപ്പോൾ എന്ത് ചെയ്യുന്നു അതിനൊക്കെ കൂടെ നിന്ന് പിന്തുണ നൽകുമ്പോഴും ഇതൊക്കെയാണോ നിങ്ങൾക്ക് മുമ്പിൽ വെക്കാനുള്ളത്, രാജ്യത്തിന് മുമ്പിൽ വെക്കാനുള്ളത്? ഈ പഹൽഗാമിന് പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ 27 പേരെ കൊലപ്പെടുത്തിയതിനുള്ള മറുപടി നൽകാൻ ഇതേ ഉള്ളോ? വീഴ്ചകൾക്കപ്പുറം ഇപ്പോഴും ഒരു ലാഘവത്വമുണ്ടോ നടപടികളിൽ എന്ന് പറയിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? പഹൽഗാമിൽ 26 നമ്മുടെ സഹോദരന്മാരുടെ ജീവൻ എടുക്കുമ്പോൾ ലോക ഭീകരതയാണെന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ആ ഭീകരതയ്ക്കെതിരായി ജനാധിപത്യ രാജ്യങ്ങളും ലോകമെമ്പാടുമുള്ള മനുഷ്യത്തെ ഹൃദയമുള്ള മനുഷ്യരും ജനങ്ങളും ഈ രാജ്യത്തെ 140 കോടി ജനങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. സർക്കാർ അതിനെതിരെ ഈ ഇസ്ലാമിക ഭീകരവാദം ഭാരതത്തെ ലക്ഷ്യം വയ്ക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. കലിമ ചൊല്ലിക്കൊണ്ട് ജിഹാദിനെ ആഹ്വാനം ചെയ്തുകൊണ്ട് പാവപ്പെട്ട മനുഷ്യരുടെ മതം നോക്കി ഈ ഹൃദയത്തിലേക്ക് വെടിയുണ്ടകൾ പാലിച്ചപ്പോൾ പിടഞ്ഞു വീണ ജീവനുകൾക്ക് ഈ രാജ്യത്തെ സർക്കാർ പകരം ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ചോരയ്ക്ക് ചോര തന്നെയാണ് മറുപടി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതാണ് ലോകവും ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളും ആഗ്രഹിക്കുന്നത്. അത് എപ്പോഴാണ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാനോ നിങ്ങളോ അല്ല ഉത്തരം പറയേണ്ടത്. അതിന് കൃത്യമായ സമയത്ത് കൃത്യമായ മറുപടി ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട. നയതന്ത്രപരമായി പാകിസ്ഥാനുമായുള്ള പല കാര്യങ്ങളിലും കേന്ദ്ര സർക്കാർ കൃത്യമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ ഏറ്റവും സുപ്രധാനം തന്നെയാണ്. നേരത്തെ കുഞ്ഞിക്കണ്ണൻ മാഷ് ഇവിടെ വളരെ ലാഘവത്തോടെ പറഞ്ഞു കളഞ്ഞല്ലോ, വെള്ളം കൂടി മുട്ടിക്കാൻ പോകുന്നു. എത്ര ലാഘവത്തോടെയാണ് അദ്ദേഹം രാജ്യമെടുത്ത ഒരു തീരുമാനത്തെ ഒരു മാധ്യമത്തിലൂടെ വന്നിരുന്ന് വിമർശിക്കുന്നത്. അദ്ദേഹം എന്തേ ഈ തീരുമാനത്തോട് വിയോജിക്കുകയാണോ എന്ന് മാത്രം അദ്ദേഹം പറയാതെ പറഞ്ഞിരിക്കുകയാണ്. കാരണം പാകിസ്ഥാനിലെ മാത്രമേ ഉള്ളൂ എന്നാണ് ചോദിച്ചത്. ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് നിങ്ങൾ ആരും പറഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്ക് കയറി ഇടപെട്ടിട്ടില്ല. ഞാൻ നിങ്ങൾ പറഞ്ഞതെല്ലാം വളരെ
കേട്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ആ നദീജല കരാർ അവരുടേതായ ഭാഷയിൽ മറുപടി കൊടുക്കാൻ തയ്യാറാവണം. ഈ രാജ്യത്തെ ജനങ്ങളെ കൊന്ന ഭീകരവാദികൾക്ക് അവരുടേതായ ഭാഷയിൽ മറുപടി കൊടുക്കാനുള്ള ആർജവമാണ് ഭരണാധികാരികൾക്ക് വേണ്ടത്. ആർജവം കാണിക്കാൻ പറ്റാതെ പോയത് ഭരണാധികാരികൾ, നമ്മുടെ ഡിഫൻസ് സിസ്റ്റം, നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി സിസ്റ്റം അതിന് വന്ന ഗുരുതരമായ പാളിച്ച മൂലമാണ്. വിഷ്ണു, അതായത് ഈ കാര്യത്തിൽ നമ്മൾ തുടക്കത്തിൽ ചെയ്യേണ്ടതോ ചെയ്തില്ല, അതിൽ തന്നെ ഇവർക്ക് ഇങ്ങോട്ടേക്ക് കയറി വരാനുള്ള അവസരം ഉണ്ടാക്കി അവർ ഇവിടെ വന്ന് എല്ലാം ചെയ്തു തീർത്ത് പോകുമ്പോഴും നമ്മൾ ഇങ്ങനെ തന്നെയാണോ എന്നാണ് ചോദ്യം. നിങ്ങളാരും ഇടയ്ക്ക് കയറി സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല. കാരണം എനിക്ക് പറയാനുള്ള സമയത്ത് നിങ്ങളാരും തിരിച്ചു കയറി ഇടപെടില്ല എന്നതോടെ ഞാൻ വീണ്ടും സംസാരിക്കും. പറഞ്ഞോളൂ. ഈ രാജ്യത്തെ ഒരു പൗരന്റെ ജീവനെടുത്താൽ അത് കൃത്യമായി തിരിച്ചടി ഇസ്ലാമിക ഭീകര രാഷ്ട്രമായ പാകിസ്ഥാന് നൽകാൻ ആർജവമുള്ള ഒരു സർക്കാരാണ്, ഒരു രാജ്യമാണ് നമ്മുടേതെന്ന് നമ്മൾ പലതവണ തെളിയിച്ചിട്ടുണ്ട്. പുൽവാമയിലടക്കം ആക്രമണം ഉണ്ടായപ്പോൾ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾക്ക് അതിശക്തമായ മറുപടി ഈ രാജ്യം നൽകിയിട്ടുണ്ട്. നമ്മുടെ ചോരയ്ക്ക് പകരം ചോരയായി തന്നെ നമ്മൾ മറുപടി പറഞ്ഞിരിക്കും എന്നുള്ള കാര്യത്തിൽ കുഞ്ഞിക്കണ്ണൻ മാഷിന് CPM-നൊന്നും ഒരു വിഷമവും വേണ്ടെന്നേ. ശ്രീസായ്, ഞാൻ താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കിയതിനു ശേഷം താങ്കൾക്ക് ചോദിക്കാം. അപ്പോൾ ഈ സംഭവമുണ്ടായി, കേന്ദ്ര സർക്കാർ നയതന്ത്ര തലത്തിൽ നടപടികളെടുത്തു. പാകിസ്ഥാന്റെ വെള്ളം കൂടി മുട്ടിക്കുമെന്ന് ലാഘവത്തോടെ ചോദിച്ചു. അതെ, വെള്ളം കൂടി മുട്ടാൻ പോവുകയാണെന്നേ. ആ രാജ്യത്തിന്റെ GDP-യുടെ 23% ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് സിന്ധു ജല നദീ കരാർ ഈ രാജ്യത്തെ സർക്കാർ മരവിപ്പിച്ചിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. ഏതെല്ലാം രീതിയിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനും അവരെ ഏതെല്ലാം രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുമോ ആ രീതിയിലല്ലേ കൈകാര്യം ചെയ്യും. മാഷ് പറഞ്ഞല്ലോ തിരിച്ചടിച്ചില്ല എന്ന്. തിരിച്ചടിക്കാൻ കൃത്യമായ ശക്തിയുള്ള രാജ്യമാണ് നമ്മുടേത് എന്ന കാര്യത്തിൽ മാഷിന് ഒരു സംശയവും വേണ്ട. അതിന് ആർജവമുള്ള ഒരു സർക്കാരുമുണ്ട്. പിന്നെ എപ്പോൾ തിരിച്ചടിക്കുമെന്നുള്ളത് എന്നോട് ചോദിച്ചിട്ടോ മാഷിനോട് ചോദിച്ചിട്ടോ ന്യൂസ് സെന്ററിനോട് ചോദിച്ചിട്ടോ അല്ല. ഇത് സർക്കാരിന് മാത്രം പ്രാപ്യമായ സർക്കാർ തലത്തിൽ ആലോചിച്ച് കൃത്യമായി സമയത്ത് നടപ്പിലാക്കുന്ന ഒരു കാര്യം മാത്രമാണ്. അവരെന്തായാലും പത്രമാധ്യമങ്ങളിലൊന്നും പരസ്യമുണ്ടാകാനൊന്നും പോകുന്നില്ല. ചോരയ്ക്ക് ചോരയായി തന്നെ കണക്കുകൾ എണ്ണി പാകിസ്ഥാനോട് ചോദിച്ച ചരിത്രം മാത്രമേ നമുക്കുള്ളൂ. അത് കൃത്യമായി ചോദിച്ചിരിക്കും. വിഷ്ണു, അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഈ ഘട്ടത്തിൽ എനിക്ക് MK ഭദ്രകുമാറിനോടും ബ്രിഗേഡിയർ മോഹനൻ പിള്ളയോടും ചോദിക്കേണ്ട സമയമാണ്. പക്ഷേ ഒരു സൂചന താങ്കൾക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്ന അത് എങ്ങോട്ടേക്കാണെന്നുള്ളത് തരികയാണ്. ഇതൊക്കെ താങ്കൾ പറയുമ്പോഴും നമ്മുടെ ചരിത്രമാണ് നമ്മൾ ആവർത്തിക്കാൻ പോകുന്നതെന്നൊക്കെ താങ്കൾ പറയുമ്പോഴും ചരിത്രത്തിൽ പലപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് നരേന്ദ്രമോദിയാണ് ഇന്നത്തെ പ്രധാനമന്ത്രി. അദ്ദേഹം അപ്പുറത്ത് നിന്നുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രിയോട് ചോദിച്ച ചോദ്യങ്ങളാണ് ഞാൻ തുടക്കത്തിൽ കേൾപ്പിച്ചത്. ഞാൻ വരാം, അതിലേക്കാണ് ഇനി വരേണ്ടത്. പക്ഷെ അതിനു മുമ്പ് MK ഭദ്രകുമാർ, ഇതാ നോക്കൂ, രാജ്യം നേരിടാൻ പാടില്ലാത്ത ദുരന്തമാണ് പഹൽഗാമിലൂടെ നേരിട്ടത്. ഇപ്പോൾ ഇവിടെ പറയുന്നത് കേട്ടല്ലോ, BJP-യുടെയും കേന്ദ്ര സർക്കാരിൻ്റെ വക്താക്കളുടെയും ഒക്കെ പ്രതികരണം ഇതാണ്. സിന്ധു നദിയുടെ വെള്ളം ഇനിയിപ്പോൾ പാകിസ്ഥാനിലേക്ക് ചെല്ലാൻ പോകുന്നില്ല, ആ എഗ്രിമെൻ്റ് നമ്മൾ റദ്ദാക്കുകയാണ്, മരവിപ്പിക്കുന്നു, റദ്ദാക്കുന്നു, അതൊക്കെ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് ഇപ്പോൾ വിസ കൊടുക്കാൻ പോകുന്നില്ല, ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. പല പ്രതികരണങ്ങളും അവിടുന്ന് ഇങ്ങോട്ടേക്കും വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മുമ്പുള്ള അനുഭവങ്ങളുണ്ടല്ലോ, പലതുമുണ്ടല്ലോ. ഇന്ത്യ പാക് ബന്ധങ്ങളിൽ ഇങ്ങനെയുള്ള മോശം അവസ്ഥകൾ വന്നപ്പോഴൊക്കെ നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുകയും അല്ലെങ്കിൽ രണ്ട് പാർട്ടികളും തമ്മിൽ യുദ്ധം നടക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമുണ്ടായ പലതരത്തിലുള്ള നെഗോഷിയേഷൻസ് ഉണ്ടല്ലോ. ഇതൊക്കെ ഇപ്പോൾ ഇവിടെ വിഷ്ണു പ്രകടിപ്പിച്ച അല്ലെങ്കിൽ BJP കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം വല്ലാതെ നമുക്ക് അങ്ങ് അറ്റം വരെ വെച്ച് പുലർത്താൻ തക്കവണ്ണം പാകത്തിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അങ്ങനെ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. എന്ന് വെച്ചാൽ നമ്മളുടെ ഇതിൻ്റെ റെസ്പോൺസിന് വളരെ വലിയ പരിമിതികളുമുണ്ട്, അത് മനസ്സിലാക്കണം. ഇപ്പോൾ ലാൽ പറഞ്ഞല്ലോ ഈ ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റിയുടെ കാര്യം. ഇതിൻ്റെ ഒരു എഫക്റ്റ് തന്നെ എടുക്കണമെങ്കിൽ ഫീൽ ചെയ്ത് തുടങ്ങണമെങ്കിൽ, പാകിസ്ഥാൻ ഫീൽ ചെയ്ത് തുടങ്ങണമെങ്കിൽ അത് തന്നെ ഒരു 5 വർഷമെങ്കിലും എടുക്കും. എന്ന് വെച്ചിരുന്നാൽ എന്താ ഇതിൻ്റെ ഈ ട്രീറ്റി മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞാൽ, അബേയൻസിലാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ 6 നദികളുണ്ട്. 3 നദികൾ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നു, 3 നദികൾ ഇന്ത്യയിലേക്ക് ഒഴുകുന്നു. 3 നദികളുടെ വെള്ളം ഇന്ത്യ ഉപയോഗിക്കുന്നു, 3 നദികളുടെ വെള്ളം പാകിസ്ഥാൻ ഉപയോഗിക്കുന്നു. ഇതാണ് ഈ ട്രീറ്റിയുടെ ഉള്ളടക്കം. അപ്പോൾ ഈ ട്രീറ്റിയിൽ ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് പോകുന്നത് ഇൻഡസ്, ചെനാബ്, ജലം, ഈ 3 നദികളാണ് അവിടേക്ക് പോകുന്നത്. വളരെ വലിയ നദികളാണ്. അത് പോകുന്നത് ഈ പാകിസ്ഥാൻ്റെ
വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ആവശ്യമാണ് ഈ വെള്ളത്തിന് ആക്സസ് ഉണ്ടായിരിക്കണമെന്നുള്ളത്. അല്ലെങ്കിൽ അത് മുഴുവൻ ഡെസർട്ടാവും കൺട്രി. ഇത് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോഴതിന് ചെയ്യാനുള്ളത് ഈ വെള്ളം പോകുന്നതിനൊരു വലിയ കനാൽ സിസ്റ്റം, ഇറിഗേഷൻ സിസ്റ്റം പാകിസ്ഥാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഇറിഗേഷൻ സിസ്റ്റം ലോകത്തിലെ ഏറ്റവും വലിയൊരു ഇറിഗേഷൻ സിസ്റ്റമായിട്ടാണ് ആളുകൾ വിശേഷിപ്പിക്കുന്നത്. എല്ലാവരും അംഗീകരിക്കുന്നത് വളരെ വളരെ ഗംഭീരമായ രീതിയിലുള്ള ഒരു ഇറിഗേഷൻ സിസ്റ്റമാണ്. അതാണ് ഈ പഞ്ചാബിലും അങ്ങ് തെക്ക് സിന്ധ് പ്രദേശത്തും ഒക്കെയുള്ള കൃഷിയും മറ്റും സാധ്യതയുണ്ടായത് അതിൽ തുടർന്നാണ്. അപ്പോൾ ആ വെള്ളത്തിനെ മാറ്റണമെന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? വെള്ളത്തിനെ മാറ്റണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഡാം കെട്ടണം. ഡാം കെട്ടിയിട്ട് ആ വെള്ളം അങ്ങോട്ട് വെള്ളത്തിൻ്റെ നമുക്ക് പറയാൻ പറ്റുമോ ഞങ്ങൾ തീരുമാനമെടുത്തു ഇനി പാകിസ്ഥാനിലോട്ട് ഒഴുകരുതെന്ന്? പറ്റില്ലല്ലോ. അപ്പോൾ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം. അതായത് ഡാമുകൾ ഉണ്ടാക്കണം, അതിന് വെള്ളം തിരിച്ചുവിടണം. അത് ഒരു കാര്യം. രണ്ടാമത് ഈ വെള്ളം തിരിച്ചുവിട്ടാൽ എവിടെ പോകും? ഇന്ത്യയിലോട്ട് ഒഴുകുകയാണെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകില്ലേ? അപ്പോൾ ഇന്ത്യയിൽ അതിനായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ഇതൊക്കെ വർഷങ്ങളുടെ പരിപാടിയാണ്. പിന്നെ വേറൊന്നുള്ളത്, ഈ ട്രീറ്റിയുടെ ഏറ്റവും വലിയൊരു സവിശേഷത, ഈ ട്രീറ്റി മാൻഡേറ്ററിയാണ്. ഇൻ്റർനാഷണൽ ലോ അനുസരിച്ച് മാൻഡേറ്ററിയാണ്. ഇത് യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ചിട്ടുള്ള ഒന്നാണ്. ഇത് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഉണ്ടായിട്ടുള്ള ഒരു ട്രീറ്റിയാണിത്. അപ്പോൾ ഈ ട്രീറ്റ് വയലേറ്റ് ചെയ്യാനായിട്ട് രണ്ട് കക്ഷികൾക്കും അവകാശമില്ല എന്ന് ട്രീറ്റിയിൽ എഴുതി വച്ചിട്ടുണ്ട്. അപ്പം അതിനെ ഒരു വശത്തുള്ളവരെ തിരസ്കരിക്കുകയാണെങ്കിൽ തേർഡ് പാർട്ടി ഇൻ്റർവെൻഷൻ ഇനവിറ്റബിളാണ്. പ്രത്യേകിച്ചും അമേരിക്കയുടെ ഇൻ്റർവെൻഷൻ ഇനവിറ്റബിളാണ്. അത് വേൾഡ് ബാങ്കാണ് അതിനെ ഈ ട്രീറ്റി നെഗോഷിയേറ്റ് ചെയ്യുന്നതിന് ശരിക്കും പ്രാക്ടിക്കൽ ലെവലിൽ സഹായിച്ചത്. പിന്നെ വേറെ ഒന്നുള്ളത്, പാകിസ്ഥാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഈ ട്രീറ്റി വഴിയുള്ള പാകിസ്ഥാൻ്റെ അവകാശങ്ങളെ ഇന്ത്യ എപ്പോഴെങ്കിലും തിരസ്കരിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് ആൻ ആക്ട് ഓഫ് വാർ. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ഡാമുകളോ വല്ലതും അവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇക്കാലങ്ങളിൽ ഇങ്ങോട്ടൊന്നും വരേണ്ട ആവശ്യമില്ല. കുറേ ഡ്രോണിനെ അയച്ചാൽ മതി. അയച്ചാൽ അവിടെ എല്ലാം അടിച്ചു തകർക്കാൻ പറ്റും. അപ്പോൾ ഈ വെറുതെ നമ്മൾ ഈ ഒരു ഗ്രാൻഡ് സ്റ്റാൻഡിങ് ആയിട്ടുള്ളതല്ലാതെ അതിനപ്പുറം ഇത് ഒരു റിയാക്ഷനേ അല്ല, ഡിപ്ലോമാറ്റിക് ലെവലിൽ ഒരു റിയാക്ഷനേ അല്ല. ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതാണ് അതിൻ്റെ കാര്യം. ഉടൻ ഇത് തുടങ്ങുന്നതായിട്ട് എന്തെങ്കിലും കാണുകയാണെങ്കിൽ പാകിസ്ഥാൻ യുണൈറ്റഡ് നേഷൻസിൽ ഇത് റേസ് ചെയ്യും. യുണൈറ്റഡ് നേഷൻസും അംഗീകരിച്ചു കൊടുത്തിട്ടുള്ള ഒരു ട്രീറ്റിയാണിത്. അപ്പോൾ അവിടെയും ഇത് കൊണ്ടുവരാൻ പറ്റും. താല്പര്യത്തിന് ആവശ്യമുള്ള ഒതുങ്ങുന്നതാണോ ഇത്? ഈ കാശ്മീർ പ്രശ്നത്തിന് കാശ്മീർ പ്രശ്നം തുറക്കും, കാശ്മീർ ഫയൽ തുറക്കും. ഇതൊക്കെ യുണൈറ്റഡ് നേഷൻസിൽ വരികയാണെങ്കിൽ നമ്മളുടെ താല്പര്യം അതിലാണോ കിടക്കുന്നത്? പിന്നെ ഇത് മാത്രമല്ല, ഇത് ഇൻ്റർനാഷണൽ ലോയെ ഈ രീതിയിൽ ബ്ലേറ്റൻ്റായിട്ട് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയ പ്രസിഡൻ്റ് അല്ലേ ഉണ്ടാക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു ലോ അബെയറിങ് സിറ്റിസൺ ഇൻ ദ വേൾഡ് കമ്മ്യൂണിറ്റി എന്നാണ് എല്ലാ കാലങ്ങളിലും വളരെ സ്വന്തമായിട്ട് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുള്ളതും ബാക്കിയുള്ള രാജ്യങ്ങൾ ഞങ്ങളെ അംഗീകരിച്ചു കൊടുത്തിട്ടുള്ളതും. ഇപ്പോൾ നാളെ ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് ഒഴുകുന്നു. അത് ടിബറ്റിൽ നിന്ന് വരികയാണ്. അപ്പോൾ അവർ ഡാം കെട്ടിക്കഴിഞ്ഞതിന് ശേഷം വെള്ളമില്ലാതാക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും? അത് നമ്മൾ ചൈനയിൽ നിന്നും അഷുറൻസ് വാങ്ങിച്ചിട്ടുണ്ട്, ആ വെള്ളത്തിന് ഒരിക്കലും അവർ തടസ്സപ്പെടുത്തില്ലാന്നോ. ബംഗ്ലാദേശിനും ആ പ്രശ്നം ഉണ്ടാകാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഈ ട്രാൻസ്ബോർഡർ റിവർ ഫ്ലോസ് എല്ലാം ഒരു ടെററിസ്റ്റ് അറ്റാക്കുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു കാലത്ത് നമ്മൾ ഈ രീതിയിൽ ചിന്തിക്കാത്തതിൻ്റെ കാര്യവും തന്നെ ഇതാണ്. അത് ഇംപ്രാക്ടിക്കലാണ്. അപ്പോൾ അത് വെറുതെ ഇതിനെക്കുറിച്ച് അജ്ഞതയുള്ള ആളുകളെ മാത്രം ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് താൽക്കാലികമായ ഒരു ഇംപ്രസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല. ഞാൻ വരാം ശ്രീ MK ഭദ്രകുമാർ. വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് താങ്കൾ പറയുന്നത്. നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് എടുത്ത് പറഞ്ഞു പോകേണ്ടതുണ്ട്. ഡോക്ടർ, ഞാൻ ഒരു കാര്യം കൂടി പറയാം. ശ്രീ ഭദ്രകുമാർ സാർ പറഞ്ഞല്ലോ, നിയമവും അന്താരാഷ്ട്ര ഉടമ്പടികളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തെക്കാളും നമ്മുടെ പൗരന്മാരുടെ ജീവനേക്കാൾ വലുതല്ല നിയമവും അന്താരാഷ്ട്ര ഉടമ്പടികളെന്ന് എല്ലാവർക്കും അറിയാം. സാമാന്യ മര്യാദ അറിയാവുന്ന ലോകരാജ്യങ്ങൾക്കറിയാം. അതിന് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതിനുശേഷം മാത്രമേ ഉടമ്പടികളും നിയമങ്ങളും ഉണ്ട്. കാരണം മനുഷ്യന്റെ ജീവനാണല്ലോ ഉള്ളപ്പോഴാണല്ലോ ഉടമ്പടികളും നിയമങ്ങളൊക്കെ ഉള്ളത്. ഇതൊന്നും ഇല്ലെങ്കിൽ ഇതൊന്നും യാതൊരു ഫലവുമില്ലാതായി പോകും. MK ഭദ്രകുമാർ, താങ്കൾ അതിനൊരു മറുപടി കൂടി പറഞ്ഞിട്ട് ഒറ്റ മിനിറ്റിൽ എനിക്ക് ബ്രിഗേഡിയർ മോഹനൻ പിള്ളയിലേക്ക് ഒന്ന് പോകണം. നമ്മൾക്കൊരു ചോയ്സ് ഉണ്ട്. ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ ഒരു അംഗമായിട്ട് നമ്മൾ പെരുമാറുമോ അതോ ഇല്ല, കാടിലോട്ട് വനവാസത്തിന് പോകുന്നു എന്നുള്ളൊരു രണ്ട് ചോയ്സ് ഉണ്ട്.
എൻ്റെ അഭിപ്രായത്തിൽ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയും സിവിലൈസ്ഡ് ലൈഫും ഒക്കെ ആയിട്ടുള്ള ഒരു മോഡേണിറ്റിയാണ് ഇന്ത്യക്ക് ആവശ്യം. അല്ലാതെ ഈ വനവാസത്തിലോട്ട് പോയതുകൊണ്ട് കാര്യങ്ങളില്ല. വനവാസത്തിലോട്ട് പോയാൽ തന്നെയും ഞാൻ നേരത്തെ വിശേഷിപ്പിച്ചില്ലേ, ഇതുകൊണ്ട് എന്ത് നേടാനാണ്? ഒന്നും നേടാൻ പറ്റുന്നില്ല. അവിടെ ഡാമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഡാം ഉണ്ടാക്കാൻ പാകിസ്ഥാൻ സമ്മതിക്കുകയില്ല. അവരതിനെ മിസൈൽ അടിച്ച് അവർ തകർക്കും. അപ്പോൾ ഇത് കൂടുതൽ വഷളായിട്ട് യുദ്ധത്തിലേക്ക് തന്നെ എത്താനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് എന്തായാലും പാകിസ്ഥാൻ പറയുന്ന അതേ ഭാഷയിൽ സംസാരിക്കാനും പാകിസ്ഥാൻ ചെയ്യുന്നത് പോലെയൊക്കെ നാളെ ചെയ്തു കൂട്ടാനും അല്ലല്ലോ നമ്മുടെ രാജ്യം ശ്രമിക്കുന്നത്. അതാണല്ലോ MK ഭദ്രകുമാർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതിൻ്റെ അർത്ഥവും. രാജ്യം ഇന്ത്യ എന്നുള്ളതിന് ലോകത്തിൻ്റെ മുന്നിൽ ഒരു പേരുണ്ട്, ഒരു പ്രതിച്ഛായയുണ്ട്. ആ പ്രതിച്ഛായയും പേരും കളഞ്ഞു കുളിച്ച് നമുക്ക് ഒരു എമ്പുരാൻ സ്റ്റൈൽ. ഞാനൊരു കാര്യം പറയട്ടെ. സോറി ഫോർ ഇന്ററപ്റ്റിംഗ്. ഒരു കാര്യം പറയട്ടെ. എന്നെ ഒന്ന് സമ്മതിക്കണം ഞാനിത് പൂർത്തീകരിക്കുന്നതിന്. ഇത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാലും ഇന്നത്തെ യുഗം യുദ്ധത്തിൻ്റെ യുഗം അല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പുട്ടിൻ്റെ അടുക്ക ചെന്ന് പറഞ്ഞു, സെലൻസ്കിയുടെ അടുക്ക പറഞ്ഞു, ബൈഡൻ്റെ അടുക്ക പറഞ്ഞു, ഇന്ന് ട്രംപിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞില്ലേ? എന്നിട്ട് നമുക്ക് ആ ഒരു ഓൾട്ടർനേറ്റീവ് എടുക്കാൻ പറ്റുമെന്നാണോ ഇൻ്റർനാഷണൽ ലോയെ വയലേറ്റ് ചെയ്യുന്നത്? ദിസ് ഈസ് നോട്ട് എൻ ഏജ് ഫോർ വാർ എന്ന് പറയുന്നത് അതിൻ്റെ പേറ്റൻ്റ് എടുത്തിരിക്കുന്നത് ശ്രീ നരേന്ദ്രമോദി അല്ലേ? യെസ്. നാളെ ഒരു കാലത്ത് റഷ്യയിൽ പോയി അല്ലെങ്കിൽ US പോയി ഇതുപോലെയൊക്കെ വീണ്ടും പറയേണ്ടതല്ലേ? അല്ലെങ്കിൽ വേറൊരു രാജ്യത്തേക്ക് പ്രശ്നമുണ്ടായാൽ ഇന്ത്യയെ അവർ നോക്കുന്നതല്ലേ? നമുക്കുള്ള ഇമേജ് അതല്ലേ? അതാണ് പറഞ്ഞു വരുന്നത്. ഞാൻ വരാം. ഞാൻ ഇതിനിടയ്ക്ക് പറഞ്ഞു വന്നത് നമുക്ക് എമ്പുരാൻ സ്റ്റൈലിൽ എന്ന് പറഞ്ഞത് മറ്റൊരർത്ഥത്തിലല്ല. ഒരു സിനിമാ സ്റ്റൈലിൽ നമുക്കിത് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ ബ്രിഗേഡിയർ ഡോക്ടർ മോഹനൻ പിള്ള, നോക്കൂ, നമ്മളിപ്പോൾ ഈ പഹൽഗാമിലെ ഈ വിഷയം നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്കിത് പെട്ടെന്നുണ്ടായൊരു വിഷയമായിട്ട് കാണാൻ സാധിക്കുന്നില്ലല്ലോ. ഈ പറയുന്ന തീവ്രവാദികൾ, ഭീകരവാദികൾ, അവർ അവിടെ എത്തിയത് എങ്ങനെ? അവരെങ്ങനെ മുകളിൽ നിന്ന് കെട്ടി ഇറക്കിയതൊന്നും ആയിരിക്കില്ലല്ലോ. അവർക്ക് അതിർത്തി കടന്ന് ഇവിടെ എത്തേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല നമുക്കറിയാവുന്നതനുസരിച്ച് ഇവിടെയുള്ള രണ്ടാളുകൾ തന്നെ കാശ്മീരികൾ ആയിട്ടുള്ള 2 പേർ തന്നെ അവിടെയുണ്ട്, അതിലുണ്ട്. പിന്നെ 2 കൊല്ലമായി അവർ ഇവിടെ പാകിസ്ഥാനിൽ നിന്ന് പരിശീലനമൊക്കെ നേടിയിട്ടൊക്കെ ആയിരിക്കണം. അതിനുശേഷം ഇങ്ങോട്ടേക്ക് എത്തിയിട്ട് തന്നെ 2 കൊല്ലത്തോളം ആയവരുണ്ട് ഇതിനകത്ത് എന്നൊക്കെ പറയുമ്പോൾ ഈ കാലങ്ങളിലൊക്കെ എന്തവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ആരൊക്കെ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ ഉള്ളതിനെയാണ് നമ്മൾ തുടക്കം മുതൽ, ഇപ്പോൾ ഈ ചർച്ചയുടെ തുടക്കം മുതലെങ്കിലും ചില ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. ആ ചോദ്യങ്ങൾ രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി ഈ പാകിസ്ഥാനെതിരെ പോരാടുന്ന ഈ ഘട്ടത്തിൽ ചോദിക്കേണ്ടതാണോ എന്ന് ചോദിച്ചാൽ ഇവിടെ തന്നെ ചോദിക്കേണ്ടതാണ്. ഇത് നമ്മൾ ചോദിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് പാകിസ്ഥാനെതിരെ പോരാടി പോകേണ്ടത് എന്ന ഒരു ഉത്തരവാദിത്വം കൂടി കാണിക്കേണ്ടതുണ്ട് എന്ന ചിന്തയിലാണ് ഈ ചർച്ച. ബ്രിഗേഡിയർ മോഹനൻ പിള്ള. ലാൽ, ഇതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ സെക്യൂരിറ്റി ഫോഴ്സസിനും അറിയാവുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം 370 അബോഗേറ്റ് ചെയ്തതിന് ശേഷം ഒരു ലോക്ക്ഡൗൺ സിസ്റ്റം ആയപ്പോൾ ടെററിസ്റ്റുകൾക്ക് ഓപ്പണായിട്ട് പ്രവർത്തിക്കാനുള്ള സൗകര്യം അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഹിഡനായിട്ട് സ്ലീപ്പർ സെല്ലുകളുമൊക്കെ ആയിട്ട് ഈ റെസിസ്റ്റൻസ് ഫോഴ്സ് TRF അവിടെ മുളപൊട്ടി. LETയുടെ തന്നെ ലഷ്കർ-ഇ-തോയിബയുടെ വേറൊരു ഫോം ഇന്ത്യയിൽ ഉണ്ടായതാണ്, റെസിസ്റ്റൻറ്റ് ഫോം. അതായത് റെസിസ്റ്റൻറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ ഗവൺമെൻറ് എടുത്ത നിയമത്തിന് അല്ലെങ്കിൽ കാശ്മീരിലെ 370 എടുത്തു കളഞ്ഞതിന് എതിരായിട്ട് റെസിസ്റ്റ് ചെയ്യുക, അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്. പക്ഷേ ഇവരെ നമ്മൾ അണ്ടർമൈൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് തീർച്ചും വിഡ്ഢിത്തരം എന്ന് നമുക്ക് പറയാൻ പറ്റും. എല്ലാവരും ഇപ്പോൾ TRF എന്ന് പറയുന്ന ഒരു ലോക്കലാണൊന്നും കാരണമില്ല. അതിന് ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, ഇത് അവരാദ്യം തുടങ്ങുന്നത് ഒരു കെമിസ്റ്റിനെ കൊന്നുകൊണ്ടാണ്, മഖൻലാൽ എന്ന് പറയുന്നത്. പിന്നെ ഒരു സ്കൂൾ പ്രിൻസിപ്പളിനെ കൊന്നു, സുപിന്ദർ കൗർ. അത് കഴിഞ്ഞതിന് ശേഷം വരുന്നു ബീഹാരികളെ, കൺസ്ട്രക്ഷനിലുണ്ടായിരുന്ന ബീഹാരികളെ 2023 അവർ കൊന്നൊടുക്കി ഗ്രൂപ്പായിട്ട് തന്നെ. അതും ഇവിടെ ഈ ഇൻസിഡൻറ്റ് നടക്കുന്ന ലൊക്കേഷന് നിയർ ബൈ ആയിട്ട് തന്നെ അനന്തനാഗില് 2024 ഒരു കേണൽ, ഒരു മേജർ, ഒരു സീനിയർ പോലീസ് ഓഫീസർ, അതോടൊപ്പം തന്നെ കുറേ ട്രൂപ്സും അറ്റാക്കിൽ വീരമൃത്യു വരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ വർഷം നമുക്കറിയാം വൈഷ്ണു ദേവിയിലോട്ട് പോയ ടൂറിസ്റ്റുകൾ, പിൽഗ്രിംസ് റിയാസിയിൽ ഉണ്ടായത്. ഇതിൻ്റെ എല്ലാം റിയാസിയിൽ അവർ ഡ്രൈവറെ മാത്രമാണ് എയിം ചെയ്തത്. ഡ്രൈവറെ എയിം ചെയ്തിട്ട്
ബസ്സിൻ്റെ കൺട്രോൾ പോയി, അത് കൊക്കയിലേക്ക് മറിഞ്ഞു, അങ്ങനെ കുറേ ആൾക്കാർ മരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടുള്ള TRF ആണെങ്കിൽ ആ TRFനെ നമ്മൾ എന്തുകൊണ്ട് ഓവർലുക്ക് ചെയ്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, അത് തീർച്ചയായിട്ടും നമ്മളത് കൺസിഡർ ചെയ്യേണ്ടതാണ്. ഈ ടൈം എന്നുള്ളതല്ല, അത് TRF അവിടെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഒന്ന്. രണ്ടാമത്, ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷം ലാൽജസി കാശ്മീരിൽ എല്ലായിടവും ഓൾ ദ പ്ലേസസ് ടെററിസ്റ്റ് അറ്റാക്കുകൾ നടക്കുകയാണ്. ടെററിസ്റ്റ് കൊല്ലപ്പെടുന്നു, നല്ല കാര്യം. പക്ഷേ ഈ ടെററിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. ഈ 2 ദിവസം കൊണ്ടാണ് കൂടുതൽ ചാൻസ് കിട്ടിയത് കൊല്ലാൻ. ഇത് നേരത്തെ ഡിപ്ലോയ് ചെയ്തിട്ട് നേരത്തെ തന്നെ ആക്ഷൻസ് എടുക്കാമായിരുന്നു. അപ്പം അതൊരു ഇൻ്റലിജൻസ് ക്വസ്റ്റ്യൻ വരുന്നു. അത് തീർച്ചയായിട്ടും ഇന്നലെ നാളെ അത് ആൻസർ ചെയ്യിപ്പിക്കും ഗവൺമെൻറ്, യാതൊരു സംശയവുമില്ല. ഇൻ്റലിജൻസ് ഫെയിലിയറിനുള്ള റെസ്പോൺസിബിലിറ്റി ആരാണോ അവർക്ക് വെച്ചു കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇൻ്റലിജൻസിനെ അണ്ടർമൈൻ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാപ്സ് ഉണ്ട്. പക്ഷേ ഗവൺമെൻറ് പറയുന്നുണ്ട് ഈ ലൊക്കേഷൻ, അതായത് ഈ ഇൻസിഡൻറ്റ് നടന്ന ലൊക്കേഷൻ പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്തത് ഗവൺമെൻറ് അറിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു രീതിയിലോട്ട് വരുന്നുണ്ട്. അത് എന്താണെന്നറിയില്ല, അതിനെക്കുറിച്ചിട്ട് വിശദീകരണം വരണം. അതെങ്ങനെയാണ് ഗവൺമെൻറ് അറിയാതെ ഇത്രയും ടൂറിസ്റ്റുകളോടെ പോകുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ നിലനിൽക്കും. അപ്പം അങ്ങനെ ഒരു ആംഗിൾ എടുക്കുവാണെങ്കിൽ ഈ ഒരു ഇതിന് ഉത്തരവാദി ആര് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ വരാറുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ കാര്യത്തിലോട്ട് കടക്കാം. കാര്യം ഇപ്പോൾ നടക്കുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നടക്കുന്ന ഒരേ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാകിസ്ഥാൻ ആർമി ചീഫിൻ്റെ, അതായത് പാകിസ്ഥാൻ ആർമിയിലെ ഒരു ഓഫീസറിൻ്റെ, ഒരു ചീഫിൻ്റെ നെക്സ്റ്റ് ദൗത്യം എന്ന് പറയുന്നത് ആർമിയുടെ പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ പാകിസ്ഥാൻ പ്രസിഡന്റ് ആകണമെന്നുണ്ടെങ്കിൽ അത് വർഷങ്ങളായിട്ട് അയാൾ ഓരോന്നും മാനിപ്പുലേറ്റ് ചെയ്ത് ബോർഡറിലും ഇന്ത്യയും എല്ലാം കൂടി ചേർന്ന് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പാകിസ്ഥാൻ എന്ന് വീണ്ടും ഇനിയും പറയില്ല, കാരണം ഞാൻ പാകിസ്ഥാനിലെ ടെററിസ്ഥാൻ എന്നാണ് എല്ലായ്പ്പോഴും അഡ്രസ്സ് ചെയ്യുന്നുള്ളത്. ഈ ടെററിസ്ഥാൻ്റെ ആർമി ചീഫ് ഇപ്പോൾ ഈ ഒരു സംഭവം കൊണ്ടുവന്നതിൻ്റെ മുഖ്യമായിട്ടുള്ള കാരണം നമ്മൾ കാണേണ്ടത് വളരെ വ്യക്തമാണ്. അങ്ങനെ ഒരു ഓഫീസർ, ഒരു ആർമി ഓഫീസർ എന്നുള്ള രീതിയിലല്ല ബിഹേവ് ചെയ്യുന്നത്, ഒരു ജിഹാദി എന്നുള്ള രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. നമ്മൾ ഇത് രണ്ടും രണ്ടായിട്ട് കാണണം. ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റി എൻ്റയർ ആയിട്ട്, അതായത് ഒരു പൊതുവികാരം എന്ന് പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. നോ, നെവർ, ഇറ്റ് ഈസ് നോട്ട് മുസ്ലിം കമ്മ്യൂണിറ്റി. മുസ്ലിം കമ്മ്യൂണിറ്റിയെയും ജിഹാദികളെയും രണ്ടായിട്ട് കണ്ടുകൊണ്ട് ജിഹാദികളെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കൺസെപ്റ്റിലോട്ട് നമ്മൾ വരും ക്ലിയർ ആയിട്ട്. ജിഹാദികളാണ് ഇതിൻ്റെ ശരിക്കുമുള്ള ഉത്തരവാദികൾ എന്ന് പറയാം. ഇത് തീരുമാനിക്കാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, മിസ്റ്റർ ലാൽ, ഇപ്പോൾ ബംഗ്ലാദേശ് ഈസ്റ്റേൺ ബോർഡറിൽ ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരായിട്ട് നല്ലൊരു റിലേഷൻ അല്ല, അവരത് കണ്ട് വെച്ചിട്ടുണ്ട്. കാര്യം ജനറൽ മനേക്ഷ എല്ലായ്പ്പോഴും പറയും, അതായത് ഈസ്റ്റിൽ അറ്റാക്ക് ചെയ്യണമെന്നെങ്കിൽ വെസ്റ്റ് നമ്മൾ സേഫ് ആക്കണം, വെസ്റ്റിൽ കൂടുതൽ സെക്യൂരിറ്റി കൊടുക്കണം. അതുപോലെ തന്നെ ഇത് പാകിസ്ഥാൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈസ്റ്റിൽ ബംഗ്ലാദേശിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെസ്റ്റിൽ, അതായത് അവരുടെ ബോർഡറിൽ എന്തെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റ് അയാൾ സ്വപ്നം കാണുന്നുണ്ട്. അത് വെറും സ്വപ്നമാണ്. പക്ഷേ ഈ സമയത്ത് വരാൻ പോകുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെററിസം അല്ലെങ്കിൽ ഈ ഒരു സമയം എൻ്റയർ വേൾഡ് കമ്മ്യൂണിറ്റി ഈസ് വിത്ത് ഇന്ത്യ. അത് ഇന്ത്യയോടുള്ള പ്രത്യേക സ്നേഹമല്ല, വാർ ഓൺ ടെറർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അത് എല്ലാ രാജ്യത്തും ടെററിസത്തിനെ എല്ലാ രാജ്യങ്ങളും എതിർക്കുന്നത് കൊണ്ടുള്ള ആ ഒരു കൺസെപ്റ്റ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ആ ടെററിസ്റ്റിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള ആംഗിളിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റയർ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇന്ത്യയുടെ ഒപ്പമായിരിക്കും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്പം ആ രീതിയിലായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇടയ്ക്കൊരു കയ്യടി വാങ്ങാനൊരു അല്പൊരു എന്താണ് പ്രോപ്പഗാൻഡിസ്റ്റ് ലൈനിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നതിന് ഈ ഘട്ടത്തിൽ കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ വരാം ബ്രിഗേഡിയർ മോഹനൻ പിള്ള. ഞാനതൊന്ന് പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവാണ് KT കുഞ്ഞിക്കണ്ണൻ, അദ്ദേഹത്തോടൊന്ന് ചോദിക്കട്ടെ. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, നോക്കൂ, ഇതിപ്പോൾ ഇത് എങ്ങനെയാണ് മുന്നോട്ട് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് BG വിഷ്ണു ഒക്കെ പറയുന്ന കാര്യങ്ങൾ, അത് തിരുവനന്തപുരത്തിരുന്ന് അദ്ദേഹം എന്തെങ്കിലും വിളിച്ചു പറയുന്നതൊന്നും അല്ല. ഇത് അവർ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ചിന്തിച്ച് എല്ലായിടത്തേക്കും ഒരുപോലെ പോകുന്ന ചില കമ്മ്യൂണിക്കേഷൻസാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന രീതിയിലാണ് അവർ പാകിസ്ഥാനുമായി നേരിടാൻ പോകുന്നത്. അതിനകത്ത് നിയമം നോക്കില്ല, ഇന്ത്യ ഇതുവരെ എങ്ങനെയായിരുന്നു എന്ന് നോക്കില്ല. ഇതിനൊക്കെ അവർക്ക് പാകിസ്ഥാനോട് ചില കണക്കുകൾ തീർത്ത് കയ്യടി വാങ്ങാനുണ്ട്. ആഭ്യന്തര രാഷ്ട്രീയവും അത് നിർബന്ധിക്കുന്നുണ്ട്. BJPയെ പോലെ ഒരു പാർട്ടിയെ, പ്രത്യേകിച്ച് ബീഹാറിലൊക്കെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നരേന്ദ്രമോദി സൗദിയിൽ നിന്ന് എവിടെയാണ് ആദ്യം വന്നിറങ്ങിയത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന് കൂടുതൽ ആശങ്ക പങ്കുവെക്കാനുണ്ടോ? പ്രതിപക്ഷത്തിന്റെ ആശങ്കകൾ
ലാലെ ഈ രാജ്യത്തിന്റെ ആശങ്കകളാണ്. ഒരു അവധിക്കാലത്ത് ഈ വൈസരൻ വാലി പോലുള്ള വളരെ മനോഹരമായ ഈ കുതിരസവാരിക്കൊക്കെ വളരെ സാഹസികമായ യാത്രകൾക്കൊക്കെ വളരെ കൗതുകകരമായ ഒരു പ്രദേശത്ത് പോയ വിനോദസഞ്ചാരികളാണ്, നിരപരാധികളായ മനുഷ്യരെയാണ് തങ്ങൾക്ക് ലോകശ്രദ്ധ കിട്ടാനും ഇന്ത്യയിൽ അസ്ഥിരീകരണം ഉണ്ടാക്കാനും വേണ്ടി ഭീകരവാദികൾ വധിച്ചത്. ആ ഭീകരവാദികൾക്ക് ഇങ്ങനെ ഒരു അഴിഞ്ഞാട്ടം നടത്താൻ ആരാണ് അവസരം ഉണ്ടാക്കി കൊടുത്തത്? ആരാണ് ഈ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്ന ഈ ലഷ്കർ തോയ്ബയുടെ ഒരു ഫ്രാഞ്ചൈസി, ഒരു പുത്രികാ സംഘടന ഇവിടെ പ്രവർത്തിക്കുന്ന കാര്യം ആർക്കും അറിയില്ലേ? BJP-ക്കാർക്ക് അറിയില്ലേ? കഴിഞ്ഞ കാശ്മീർ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തരിഗാമിക്കെതിരെ കുൽഗാമിൽ മത്സരിച്ചതാരാ? അവിടെ ഈ രാഷ്ട്രീയ ഇസ്ലാമിസത്തിന്റെ ടെററിസ്റ്റുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റാണ് സയാർ അഹമ്മദ് റിഷി. ആ സയാദ് അഹമ്മദ് റിഷി എന്തിനു വേണ്ടിയാണ് മത്സരിപ്പിച്ചത്? സ്വാഭാവികമായിട്ടും 370 വകുപ്പ് ഉൾപ്പെടെയുള്ള അത് എടുത്തു കളഞ്ഞതുമായി ബന്ധപ്പെട്ട BJP-യുടെ കാശ്മീർ വിരുദ്ധ നിലപാടിനെതിരായിട്ടുള്ള വികാരം തരിഗാമിക്ക് വലിയ പിന്തുണയായി മാറും. ആ വോട്ട് എങ്ങനെ ഭിന്നിപ്പിക്കാം, അതിനുവേണ്ടിയാണ് രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റായ ഒരാളെ അവിടെ സ്ഥാനാർത്ഥിയായ പിന്തുണ കൊടുത്തത്. ജമ്മു കാശ്മീരിന്റെ താഴ്വരയിൽ രക്തച്ചാലുകൾ സൃഷ്ടിച്ച ഹിസ്ബുൾ മുജാഹിദീൻ, ഈ ഹിസ്ബുൾ മുജാഹിദീൻ, ലഷ്കർ-ഇ-തോയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഈ സംഘടനകളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടതാണ്. ഇവരെല്ലാം ഒരു കാലത്ത് പാകിസ്ഥാനിലെ മദ്രസകളിൽ വളരെ നിരുപദ്രവകരമായ മതപാഠശാലകൾ എന്നൊക്കെ കണ്ടിരുന്ന സ്ഥാപനങ്ങളില് അമേരിക്കൻ CIA കൃത്യമായി റിക്രൂട്ട് ചെയ്ത് പരിശീലിപ്പിച്ചുണ്ടാക്കിയ ആ സംഘടനയുടെ തുടർച്ചയാണിത്. ഇവരെല്ലാം തന്നെ ലോകത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിസത്തിന്റെ ഭാഗമാണ്. ഈ കാര്യം തിരിച്ചറിയണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാനിലെ ജനങ്ങളോ പാകിസ്ഥാനോ അല്ല ഈ അപരാധം ഇന്ത്യയോട് കാണിച്ചത്, നമ്മുടെ പ്രിയപ്പെട്ടവരെ വധിച്ചു കളഞ്ഞത്. മറിച്ച് അമേരിക്കൻ പിന്തുണയോടുകൂടി പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയെ ലക്ഷ്യം വെച്ച് രൂപം കൊണ്ടിട്ടുള്ള, ആ രീതിയിൽ വിന്യസിക്കപ്പെട്ടിട്ടുള്ള തീവ്രവാദ സംഘങ്ങളാണ്. ആ തീവ്രവാദ സംഘങ്ങൾക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ, നിങ്ങൾ പാകിസ്ഥാനോട് പകരം വിട്ടുപോയി എന്നുള്ളതല്ല, ഇന്ത്യയിൽ എങ്ങനെ അഴിഞ്ഞാടാൻ കഴിഞ്ഞു? അവർക്ക് എങ്ങനെ ഇതുപോലുള്ള ഒരു വിനോദസഞ്ചാര മേഖലയിലേക്ക് സ്വതന്ത്രമായി കടന്നു വരാൻ കഴിഞ്ഞു? അതത്ര നിഷ്കളങ്കമല്ല എന്നാണോ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ പറയുന്നത്? ഒരിക്കലും നിഷ്കളങ്കമല്ല. പുൽവാമ നിഷ്കളങ്കമായിരുന്നു. പുൽവാമ BSF-ന്റെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് പ്രതിരോധ മന്ത്രാലയത്തിലേക്ക്, ഈ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രാലയത്തിലേക്ക് പോയതാണ്. ഈ കരവഴിയുള്ള സൈനികരുടെ യാത്ര അത്ര സുഖകരമല്ല, ഇവിടെ സുരക്ഷിതമല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എയർക്രാഫ്റ്റുകൾ അനുവദിക്കണം ഇവരെ എത്തിക്കാൻ. പക്ഷെ എന്താ ചെയ്തത്? പ്രതിരോധ വകുപ്പ് നിസ്സംഗത പാലിച്ചു. ആ നിസ്സംഗത ആർക്ക് വേണ്ടിയായിരുന്നു എന്ന കാര്യമാണ് പിന്നീട് ജമ്മു കാശ്മീരിലെ ഗവർണറായിരുന്ന സത്യമാലിക്കിന്റെ വയറുമായിട്ടുള്ള അഭിമുഖത്തിലൂടെ നമ്മളെല്ലാം കേൾക്കേണ്ടി വന്നത്. ഈ രാജ്യത്തെ സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി തീവ്രവാദികൾക്ക് അഴിഞ്ഞാടാൻ, നമ്മുടെ മനുഷ്യജീവൻ കൊണ്ടും നമ്മുടെ സൈനികരുടെ ജീവൻ കൊണ്ടും പോലും പന്താടാൻ വിട്ടുകൊടുക്കുന്ന രാഷ്ട്രീയ തന്ത്രം അത് ഈ രാജ്യത്തോടുള്ള തന്ത്രമല്ല, ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള തന്ത്രമല്ല. അത് വളരെ വില കുറഞ്ഞതാണ്. 2019 തെരഞ്ഞെടുപ്പിലെ ദേശീയ വികാരം കത്തിച്ചു പിടിക്കാനാണ് അറിഞ്ഞോ അറിയാതെയോ എന്തായാലും പുൽവാമ ഉണ്ടായത്. ആ പുൽവാമക്ക് സമാനമായ, പുൽവാമക്ക് ശേഷമുള്ള ഏറ്റവും ഭീകരമായ മനുഷ്യഹത്യ നടന്ന ഭീകരാക്രമണമാണ് ഇവിടെ ഇപ്പോ നിഷ്കളങ്കമല്ലെങ്കിൽ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, പുൽവാമ ഉണ്ടാകുന്നു, അതിനുശേഷവും ജാഗ്രത കുറയുന്നു. ഇപ്പോ പഹൽഗാമിൽ ഏതാണ്ട് അത് സൈനികരല്ല, സാധാരണ ആളുകളാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു നിഷ്കളങ്കമല്ലെങ്കിൽ അതിനൊരു ലക്ഷ്യം ഉണ്ടാകണം. ആ ലക്ഷ്യം നേടുന്നുണ്ടോ അതിനെ ഉദ്ദേശിച്ചവർ? അല്ല, ആ ലക്ഷ്യം നേടാൻ അവർക്ക് കഴിയുന്നത് എന്താണ്? ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രതിരോധം ശക്തമായി ഉയർന്നു വരാത്തത് കൊണ്ടാണ്. ആ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ആഗോള കമ്മ്യൂണിറ്റിയുടെ, ഇന്ത്യൻ പൗരസമൂഹത്തിന്റെ ഉത്തരവാദിത്വം. ഇത്തരത്തിലുള്ള ഭീകരവാദങ്ങളെ വരെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ പൗരന്മാരെ വരെ തോക്കിന് മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നവരെ തുറന്നു കാണിക്കണം. നമുക്കെല്ലാവർക്കും ജമ്മു കാശ്മീർ പൊളിറ്റിക്സിലെ ഇന്ത്യൻ ഭരണകൂടം എക്കാലത്തും എന്താണ് വളരെ അവസരവാദപരമായ നിലപാടാണ് എടുത്തത്. 370 വകുപ്പ് എന്തുകൊണ്ടാണ് ജമ്മു കാശ്മീരിന് വന്നത് എന്ന് നമുക്കെല്ലാവർക്കും ചരിത്രം പഠിച്ച ആളുകൾക്ക് അറിയാം. ഇവിടെ MK ഭദ്രകുമാറുണ്ട്. നമ്മളെല്ലാവരും 370 വകുപ്പിന്റെ പ്രസക്തി മനസ്സിലാക്കിയവരാണ്. ഇന്ത്യയെ പാകിസ്ഥാനോടൊപ്പമോ സ്വതന്ത്രമോ ആക്കി നിർത്താൻ വേണ്ടി 2 തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ അന്ന് പട്ടേലിനും VP മേനോനും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നെഹ്റു സർക്കാർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒന്നെന്തായിരുന്നു? പഷ്തൂൺ ഗോത്ര മിലിറ്റന്റുകളാണ്. ആ മിലിറ്റന്റുകള് അമേരിക്കൻ കേണലായിരുന്ന റസൽ ഹൈറ്റിന്റെ നേതൃത്വത്തിലാണ് വനാന്തരങ്ങളിലൂടെ ഇന്ത്യയിലേക്ക് മാർച്ച് ചെയ്തത്. അന്നവർ കൈയടക്കിയ ഭൂമിയാണ് ഇന്നത്തെ POK, പാക് ഒക്യുപ്പൈഡ് കാശ്മീർ. അവർ ശ്രീനഗറിൽ വന്ന് ഈ കാശ്മീരിനെ മുഴുവൻ കീഴടക്കാൻ, ശ്രീനഗർ വിമാനത്താവളം കൈയടക്കി കാശ്മീരിനെ മുഴുവൻ ഒക്യുപ്പൈ ചെയ്യാനുള്ള നീക്കങ്ങൾ
ഇന്ത്യൻ പട്ടാളത്തിന്റെയും ജമ്മു കാശ്മീരിലെ ധീരദേശാഭിമാനികളായ യുവാക്കളുടെയും ഇടപെടൽ മൂലമാണ് നടക്കാതെ പോയത്. ഇതെല്ലാം നമുക്കറിയാം. കാശ്മീരിനെ എക്കാലത്തും ഇന്ത്യയിൽ നടത്തി പാകിസ്ഥാന്റെ ഭാഗമാക്കുമെന്ന് ചിന്തിച്ചവർ കാശ്മീരിനെ ഇന്ത്യയിൽ നടത്തി ഒരു സ്വതന്ത്ര രാജ്യമാക്കി നിർത്തണമെന്ന് ആഗ്രഹിച്ചവർ ഇവരാണ്. രണ്ട് തീവ്രവാദികളും, പാക് കേന്ദ്രമായിട്ടുള്ള തീവ്രവാദികളും ഇന്ത്യയിൽ പ്രവർത്തിച്ച, ഇപ്പോ ജിഷ്ണു ഇവിടെ പ്രതിനിധീകരിക്കുന്ന RSS എന്ന് പറയുന്ന പ്രസ്ഥാനം ആദ്യമായി രൂപം കൊടുത്ത രാഷ്ട്രീയ സംഘടനയാണ് പ്രജാപരിഷത്ത്. ഇന്ത്യയിൽ ആദ്യമായി RSS ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയത് കാശ്മീരിലാണ്. അതിന്റെ പേരാണ് പ്രജാപരിഷത്ത്. ആ പ്രജാപരിഷത്ത് പട്ടേലിന്റെ ഇന്റഗ്രേഷൻ ഓഫ് യൂണിയൻ സ്റ്റേറ്റ്സിനെതിരായിട്ട് നിലപാട് സ്വീകരിച്ചവരല്ലേ? ഇന്ത്യയുടെ കൂടെ കാശ്മീർ ചേരേണ്ടതില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ സേനക്കെതിരെ പരസ്യമായി സായുധ യുദ്ധത്തിന് മുന്നോട്ട് വന്നവരല്ലേ? ശരി, RSS ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ശരി, KT കുഞ്ഞിക്കണ്ണൻ, ഞാൻ വരാം. BG വിഷ്ണു, നോക്കൂ, ഇത് നിഷ്കളങ്കമല്ല എന്ന് പറയുന്നവർക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ നിരത്താനുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഈ സമയത്ത് പറയണോ, ആളുകൾ കേൾക്കണോ, നമുക്കിപ്പോൾ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതല്ലേ എന്നൊക്കെ പറയാം. ആ ഒറ്റക്കെട്ടിനൊന്നും യാതൊരു പ്രശ്നവുമില്ല, എല്ലാവരും ഒറ്റക്കെട്ടായി ഉണ്ട്. പക്ഷെ നോക്കൂ, ഈ പറയുന്ന പ്രശ്നം എങ്ങനെ ആവർത്തിക്കുന്നു? പുൽവാമയും പഹൽഗാമും ഒക്കെ ഉണ്ടാകുന്നു. ഇതിനിടയ്ക്കും ചില പേരുകളൊക്കെ നമുക്ക് പലപ്പോഴായിട്ട് സംഭവിച്ചല്ലോ. പത്താൻകോട്ടിലാണെങ്കിലും ഉറിയിലാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടല്ലോ എവിടെയൊക്കെയാണെന്നുള്ളത്. ഇതിലൊക്കെ പറഞ്ഞ് കേൾക്കുന്ന ഒരേ ഒരു ഒറ്റ കാര്യം ഈ സെക്യൂരിറ്റിയിൽ ഉണ്ടാകുന്ന ചില ലാപ്സുകളാണ്. അത് നിഷ്കളങ്കമല്ല എന്ന് പറയുന്നവർക്ക് കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് വെറുതെ പറഞ്ഞ് ഒഴിവാക്കി കളയാൻ പറ്റുന്നതാണോ? ആദ്യമേ ഒരു കാര്യം പറയട്ടെ. താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, തിരഞ്ഞെടുപ്പ് കണ്ട് കയ്യടി വാങ്ങിക്കാനാണെന്ന്. ബീഹാർ തിരഞ്ഞെടുപ്പ് BJP ഒരുപാട് തവണ ജയിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നിങ്ങളുടെയൊക്കെ കയ്യടി വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾ കൈരളി ചാനൽ രാഷ്ട്രീയമായി മറ്റൊരു നിലപാടുള്ളതാണെങ്കിലും നിങ്ങൾ മീഡിയ വണ്ണിൻ്റെ നിലവാരത്തിലേക്ക് തരം താഴരുത് എന്നാണ് എനിക്ക് താങ്കളോട് ഉൾപ്പെടെ പറയാനുള്ളത്. കാരണം നമ്മുടെ രാജ്യത്ത് തന്നെ സുപ്രീം കോടതിയുടെ വിധി വാങ്ങിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ് ഈ മീഡിയ വൺ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഈ ചാനൽ ഇരുന്നുകൊണ്ട് മറ്റൊരു ചാനലിനെ പറ്റി കൂടുതൽ ഞാൻ ഇനി പറയുന്നില്ല. വിഷ്ണു, എന്താണ് പുൽവാമയും പഹൽഗാമും ഒക്കെ ഉണ്ടാകുന്നു. ഇതിനിടയ്ക്കും ചില പേരുകളൊക്കെ നമുക്ക് പലപ്പോഴായിട്ട് സംഭവിച്ചല്ലോ. പത്താൻകോട്ടിലാണെങ്കിലും ഉറിയിലാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടല്ലോ എവിടെയൊക്കെയാണെന്നുള്ളത്. ഇതിലൊക്കെ പറഞ്ഞ് കേൾക്കുന്ന ഒരേ ഒരു ഒറ്റ കാര്യം ഈ സെക്യൂരിറ്റിയിൽ ഉണ്ടാകുന്ന ചില ലാപ്സുകളാണ്. അത് നിഷ്കളങ്കമല്ല എന്ന് പറയുന്നവർക്ക് കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് വെറുതെ പറഞ്ഞ് ഒഴിവാക്കി കളയാൻ പറ്റുന്നതാണോ? ആദ്യമേ ഒരു കാര്യം പറയട്ടെ. താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, തിരഞ്ഞെടുപ്പ് കണ്ട് കയ്യടി വാങ്ങിക്കാനാണെന്ന്. ബീഹാർ തിരഞ്ഞെടുപ്പ് BJP ഒരുപാട് തവണ ജയിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നിങ്ങളുടെയൊക്കെ കയ്യടി വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾ കൈരളി ചാനൽ രാഷ്ട്രീയമായി മറ്റൊരു നിലപാടുള്ളതാണെങ്കിലും നിങ്ങൾ മീഡിയ വണ്ണിൻ്റെ നിലവാരത്തിലേക്ക് തരം താഴരുത് എന്നാണ് എനിക്ക് താങ്കളോട് ഉൾപ്പെടെ പറയാനുള്ളത്. കാരണം നമ്മുടെ രാജ്യത്ത് തന്നെ സുപ്രീം കോടതിയുടെ വിധി വാങ്ങിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ് ഈ മീഡിയ വൺ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഈ ചാനൽ ഇരുന്നുകൊണ്ട് മറ്റൊരു ചാനലിനെ പറ്റി കൂടുതൽ ഞാൻ ഇനി പറയുന്നില്ല. വിഷ്ണു, എന്താണ് ഇവിടെ പ്രശ്നമെന്ന് പറയൂ. ഞാനിപ്പോൾ ഇവിടെ താങ്കൾ മറ്റൊരു ചാനലുമായിട്ട് താരതമ്യം ചെയ്തതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചതാണോ നിങ്ങൾക്ക് പ്രശ്നമായത്? അല്ല, ഞങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ. രാജ്യത്ത് ഒരു വലിയൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അതല്ല രാഷ്ട്രീയമായി കൈയ്യടി. നിങ്ങൾ ഭീമാപ്പള്ളി വെടിവെച്ചത് എന്തിനാ? അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് മുസ്ലിങ്ങളെ വെടിവെച്ചത് കൊന്നത് എന്തിനാ? കേരളത്തിൽ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയായിരുന്നു. ഞാൻ തിരിച്ച് ചോദിച്ചിട്ടില്ലല്ലോ, ഞാൻ ചോദിക്കില്ലല്ലോ. കാരണം ഓരോ കാലത്തും ഓരോ പ്രദേശത്തും ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളെ അതിശക്തമായി എഴുതാപ്പുറം വായിക്കരുത്. ഞാനിവിടെ ഈ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പല ദേശീയ ചാനലുകൾ ചോദിക്കുന്നുണ്ട് വോട്ടിന് വേണ്ടിയാണ് എന്ന്. നോക്കൂ, ചോദിച്ചപ്പോൾ താങ്കൾ എന്തിനാണ് ഇത്ര അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ. നമ്മളിപ്പോ പഹൽഗാമാണല്ലോ നമ്മൾ പറയുന്നത്. ഈ പഹൽഗാമിലേക്ക് പ്രശ്നമുണ്ടായപ്പോൾ സൗദി അറേബ്യയിൽ പോയിരുന്ന നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തേക്ക് തിരിച്ചു വന്ന് ഒരു സർവകക്ഷി യോഗത്തിൽ പോലും അധ്യക്ഷത വഹിക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടിയില്ല. അദ്ദേഹം ബീഹാറിൽ പോയി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് ഇത് സംസാരിച്ചത്. അല്ലെന്നേ, അത് സർക്കാരിന്റെ ഔദ്യോഗിക നേരത്തെ നിശ്ചയിച്ച ഒരു പരിപാടിയിലാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. അദ്ദേഹം എന്താ അവിടെ സംസാരിച്ചത്? ഇതിനെല്ലാം ഞങ്ങൾ കൃത്യമായ മറുപടി നൽകും. പറയട്ടെ, ഇനി ഞാൻ ആ കാശ്മീർ വിഷയത്തിലേക്ക് വരാം. കാശ്മീർ വിഷയത്തിൽ ഇപ്പോൾ തന്നെ ഇസ്രയേൽ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ, പല ഇൻ്റലിജൻസ് വിവരങ്ങൾ വരുന്നു. ഒരു ഹമാസ് മോഡലുള്ള അക്രമമാണ് ഇപ്പോൾ കാശ്മീരിൽ നടന്നതെന്നുള്ള കാര്യത്തിൽ ഒരു ഏതാണ്ട് ആ കാര്യങ്ങളിലേക്ക് എത്തുകയാണ്. കൃത്യമായ വിവരങ്ങൾ നിങ്ങൾക്കോ എനിക്കോ ഒന്നും ലഭ്യമല്ല. അത് ഔദ്യോഗികമായിരിക്കും, അതിന് കൃത്യമായ രഹസ്യാത്മകം ഉണ്ടാകും. രാജ്യത്തിന് കൃത്യമായ വിവരമുണ്ടോ? രാജ്യത്തിന് കൃത്യമായ വിവരം സർക്കാരിൻ്റെ കയ്യിൽ ഉണ്ടാവുമെന്ന് ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാവുന്ന കാര്യങ്ങളെല്ലാം താങ്കൾക്ക് അറിയാൻ കഴിയുമോ? എങ്കിൽ പിന്നെ അതെന്താണ് വിവരമാണ്?
അപ്പോൾ സർക്കാരിന്റെ അല്ല, സർക്കാർ എന്താണോ സർക്കാരിന്റെ ചെയ്യുന്നത്, വിവരങ്ങൾ മാത്രമാണ്. സർക്കാർ എങ്ങനെയാണോ പ്രതികരിക്കുന്നത്, അതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സർക്കാരിന് എന്തൊക്കെ അറിയാമെന്ന്. ഇപ്പോൾ പ്രതികരിച്ചത് സിന്ധു ഇൻഡസ് റിവർ എഗ്രിമെന്റ് റദ്ദാക്കുമെന്ന് പറഞ്ഞിട്ടാണ്. അതിനെക്കുറിച്ചാണ് നേരത്തെ MK ഭദ്രകുമാർ സാർ പറഞ്ഞത്, അത് ഈ അടുത്ത കാലത്തൊന്നും നമുക്കൊരു റിസൾട്ട് കിട്ടാൻ പോകുന്ന ഒരു കാര്യമല്ല എന്ന്. ഇതൊക്കെയാണോ ഇപ്പോൾ ചെയ്യുന്നത്? മാത്രമല്ല നമുക്ക് ചെയ്യാനും പറ്റില്ല. ഒന്ന് ക്ഷമിക്കുന്നേ, നേരെ ഒന്ന് ഇരുട്ടി വെളുത്തല്ലേ ഉള്ളൂ. ഈ രാജ്യത്തിന് നേരെ കൈവച്ച ആരെയും വെറുതെ വിട്ട ഒരു ചരിത്രവും ഈ രാജ്യത്തിനില്ലെന്നേ, രാജ്യത്തിനില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാനതൊരു രാഷ്ട്രീയമല്ല പറയുന്നത്. ഈ രാജ്യത്തിൻ്റെ ഒരു ഭൂമിയിലേക്കും ആക്രമണം നടത്തിയ ഒരു ഇസ്ലാമിക ശക്തികളെയും വെറുതെ വിട്ട ചരിത്രം ഭാരതത്തിന് അന്നും ഇന്നുമില്ല. ഒരു ഭീകരവാദികളെയും വെറുതെ വിടാൻ പോകുന്നില്ല. ഹമാസ് മോഡലിലേക്ക് കാശ്മീരിൽ അക്രമം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് ചില കൂട്ടുവായിക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ. കാരണം കേരളത്തിലടക്കം ഹമാസിൻ്റെ നേതാക്കന്മാർ മലപ്പുറത്ത് വീഡിയോ കോളിലൂടെ അഭിസംബോധന ചെയ്യുന്നു. അതൊരു പ്രശ്നമാണ്. ഇപ്പോൾ കരിപ്പൂർ എയർപോർട്ടിലേക്ക് വഖഫിനെതിരെ മാർച്ച് നടത്തുന്നു. അവിടെ ചെന്നവരെല്ലാം ഉയർത്തിക്കാട്ടിയത് ഈജിപ്തിലെ ഹമാസിന്റെ മുസ്ലിം ബ്രദർഹുഡിന്റെ ഭീകരവാദി നേതാക്കളായ ഹസൻ അൽ ബന്നയുടെ അടക്കമുള്ള ചിത്രങ്ങൾ. അപ്പോൾ ഈ കാശ്മീർ ഹമാസ് മോഡലാണല്ലോ നിങ്ങളിപ്പോ ഇവിടെ ഇപ്പൊ ചർച്ചയിലേക്ക് കൊണ്ടിരുന്നത്. ഇതിന്റെ എല്ലാത്തിനെയും കൂടെ ഹമാസ് കൊണ്ടുവെക്കുക. അപ്പോ അത് കാര്യങ്ങൾ പോകും. ഇപ്പോ ഇവിടെ നിങ്ങൾക്ക് നേരെ ചൂണ്ടിക്കാട്ടിയ പല കാര്യങ്ങളുണ്ട്. ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ്. അല്ല, ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട യാഥാർത്ഥ്യമാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. ഈ കഴിഞ്ഞ കുറച്ച് 10 വർഷങ്ങളായി നമ്മൾ പരിശോധിച്ചാൽ പല സെക്യൂരിറ്റി ലാപ്സസും ഉണ്ടാകുന്നത് അത്ര നിഷ്കളങ്കമല്ല എന്ന് പറയുന്നതിന് ഒരു ഉത്തരം കൊടുക്കാൻ നിങ്ങൾക്കായോ? അല്ല, സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ കൃത്യമായി അവലോകനം ചെയ്യുകയും അത് പരിശോധിക്കുകയും പറയേണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നു. പിന്നെ ആ വാലിയെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രാദേശിക ഭരണകൂടമാണ് അത് തുറന്നു കൊടുത്തത്. അത് കൃത്യമായി സുരക്ഷാ സൈന്യത്തെ അറിയിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിന്റെ വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആർട്ടിക്കിൾ 370 പിൻവലിച്ച കേന്ദ്ര സർക്കാർ അവിടെ എല്ലാം ശാന്തമാണെന്ന് പറഞ്ഞ് ഒരു പ്രാദേശിക സർക്കാർ അവിടെ വരാൻ പ്രാപ്തമായിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിച്ച് വന്നു നിൽക്കുമ്പോൾ കയ്യും കെട്ടി തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അവിടെ നടക്കുന്ന ഒന്നും നിരീക്ഷിക്കുകയോ അവലോകനം ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ലേ? കഴിഞ്ഞ ആഴ്ചയിൽ കൂടി ആഭ്യന്തരമന്ത്രി അവിടെ പോയി എന്നാണല്ലോ മനസ്സിലാക്കിയത്. ഇതൊന്നും അവിടെ പരിശോധിച്ചില്ലേ, അവലോകനം ചെയ്തില്ലേ? അവിടുത്തെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ വരേണ്ട സാഹചര്യമല്ല എന്ന് നിലപാടെടുത്ത രാഷ്ട്രീയമായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ. പിന്നീട് സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായപ്പോൾ അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യങ്ങളിലേക്ക് സർക്കാർ നീങ്ങിയതൊക്കെ. അത് ഔദ്യോഗികമായി നമ്മുടെ രാജ്യത്തെ കോടതി ഉത്തരവിന് പ്രകാരം മുന്നോട്ട് പോയ കാര്യങ്ങളാണ്. ഞാൻ ആ വിഷയങ്ങളിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ അവിടെ തുറന്നു കൊടുത്തത് അവിടുത്തെ പ്രാദേശിക ഭരണകൂടമാണ്. അവിടെ സുരക്ഷാ സൈന്യം സാധാരണഗതിയിൽ ജനങ്ങളെ കടത്തിവിടുന്ന സമയമായിട്ടില്ല. അത് അമർനാഥ് തീർത്ഥാടന കാലത്താണ് മുന്നോട്ടാണ് അവിടെ സൈന്യം വരുന്നത് എന്നുള്ളതാണ് ഞാൻ ഔദ്യോഗികമായിട്ട് മനസ്സിലാക്കുന്നത്. പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് രാജ്യത്തിനകത്തേക്ക് കാശ്മീരിന്റെ ഉള്ളിലേക്കൊക്കെ തീവ്രവാദികൾ വന്നെത്തുന്നതൊക്കെ ഈ പ്രാദേശിക ഭരണകൂടമാണോ നോക്കേണ്ടിയിരുന്നത്? അതിർത്തി സംരക്ഷിക്കേണ്ടത് അവരായിരുന്നോ? ഞാൻ അതിലേക്ക് വരാം. അല്ല, ഈ BJPയുടെ പ്രതി വിഷ്ണു എന്തൊക്കെയാണ് പറഞ്ഞത്? അദ്ദേഹം പറയുന്നത് നദീജല കരാർ റദ്ദാക്കിയത് ഇതിനോട് പകരം ചോദിക്കാനാണെന്ന്. നദീജല കരാർ ഇവിടെ ഭദ്രകുമാർ വളരെ ഭംഗിയായി വളരെ ആധികാരികതയായി വിശദീകരിച്ചു. 1960 ലോകബാങ്കിന്റെ മധ്യസ്ഥതയും ലോകബാങ്കിന്റെ ധനസഹായത്തോടുകൂടി അന്താരാഷ്ട്ര വ്യവസ്ഥകൾ ഇരു രാജ്യങ്ങളും അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച ഒന്നാണ് ഈ ഡാം എന്ന് പറയുന്നത്. അതിൽ ഏതെങ്കിലും ഒരു കക്ഷിക്ക് പാകിസ്ഥാനോ ഇന്ത്യക്കോ ഏകപക്ഷീയം അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. അതൊക്കെ ഇവിടെ ഭദ്രകുമാർ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. എന്നിട്ട് ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഇതാ നദീജല കരാർ റദ്ദ് ചെയ്തു. അപ്പൊ പാവപ്പെട്ടവരുടെ കുടിവെള്ളം മുട്ടിച്ച് ആണോ ഭീകരവാദം നേരിടേണ്ടത്? പാകിസ്ഥാനിലെ ജനങ്ങളാണ് വിഷ്ണു. നിങ്ങൾക്ക് ഭീകരവാദികളോട് കളിക്കുന്നതിന് പകരം നിങ്ങൾ ജനങ്ങൾക്ക് നേരെ അവിടുത്തെ ഭീകരവാദികൾ ഈ നാട്ടിലെ പാവപ്പെട്ടവരെ ആക്രമിച്ചപ്പോൾ, സാധാരണക്കാരെ ആക്രമിച്ചപ്പോൾ എവിടെയായിരുന്നു താങ്കളുടെ ശബ്ദം? ഇവിടെ ആക്രമിക്കപ്പെട്ടവർ ആരാ? പാവപ്പെട്ടവരല്ലേ, ജനങ്ങളല്ലേ? അവിടുത്തെ ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടി അവിടുത്തെ പ്രതിരോധ മന്ത്രി തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾ ഫണ്ട് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഭരണകൂടത്തിന്റെ നടക്കുന്ന കാര്യങ്ങൾക്ക് അവിടുത്തെ ജനങ്ങളും അനുഭവിക്കേണ്ടി വരും. ഓരോ അവസരത്തിലും തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവരാണ് നിങ്ങൾ. ശരി, എല്ലാ ഭീകരവാദത്തെയും, ഹിന്ദു ഭീകരവാദം മാത്രമല്ല ഇസ്ലാമിക ഭീകരവാദത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത് നമുക്ക് കാശ്മീരിൽ കുൽഗാമിന് സഖാവി തരിഗാമിക്കെതിരായിട്ട് നിങ്ങൾ പിന്തുണച്ച, നിങ്ങൾ പരോക്ഷമായി പിന്തുണ നൽകിയ സ്ഥാനാർത്ഥി ആരാണ്?
അതിന് ഉത്തരം പറ. ശരി, അപ്പൊ നിങ്ങൾ അതാണല്ലോ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തത്. ഞാൻ വരാം ശ്രീ കെ ടി കുഞ്ഞൻ. ശ്രീ എം കെ ഭദ്രകുമാർ, നോക്കൂ, ഈ പറയുന്നതിനൊക്കെ എന്താണ് ബി ജെ പിയുടെ വേർഷൻ എന്നുള്ളത് കണ്ടല്ലോ. എങ്ങോട്ടേക്ക് പോകുന്നു, ഇതിന് കണ്ണിന് കണ്ണ് മൂക്കിന് മൂക്ക് എന്നുള്ള നിലയിലേക്ക്. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോഴും ആളുകളുടെ കയ്യടി നേടാൻ ഇനി അങ്ങോട്ടേക്ക് പോകുമോ എന്നാണ് പലരും ഉറ്റുനോക്കുന്നത്, താങ്കൾ ഉൾപ്പെടെ. ഇത് പണ്ട് കണ്ട കാഴ്ചയാണോ? രാജ്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലെങ്കിലും ഇങ്ങനെ ഒരു ഇത്രമാത്രം രൂക്ഷമായ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുള്ള രാജ്യങ്ങളായിട്ട് കൂടി ഇത് എപ്പോഴെങ്കിലും ഇങ്ങനെയാണോ സംഭവിച്ചിട്ടുള്ളത്? ഇതിൻ്റെ നഷ്ടമാർക്കാണ്? ഇങ്ങനെയാണോ പോകാൻ പോകുന്നത്? ഈ മറ്റ് കക്ഷികളെ കൂടി ഈ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്ന് ഇറക്കാൻ വേണ്ടിയുള്ള ഒരു ഇടയല്ലേ ഇത് നൽകുകയുള്ളൂ? താങ്കൾ നേരത്തെ പറഞ്ഞത് ആർക്കും മനസ്സിലാകാത്തത് കൊണ്ടാണോ? എന്താണ് സംഭവിക്കുന്നത്? വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതായത് ഇതിൻ്റെ മൂലകാരണം പാകിസ്ഥാനുമായിട്ട് ബന്ധം ഇല്ലാതാക്കിയതുകൊണ്ട് മാത്രമാണ്. ഒരു അഡ്വേഴ്സറി ആയിരിക്കുന്ന ഒരു രാജ്യത്ത് ഒരു എനിമി കൺട്രി തന്നെ ആകണമെന്നില്ല. ഒരു അഡ്വേഴ്സറി ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് എല്ലാ സമയത്തും ഉണ്ടാകേണ്ടതാണ്. ഇപ്പോൾ ചൈനയുമായിട്ടുള്ള ബന്ധം തന്നെ എടുക്കുക. കമ്മ്യൂണിക്കേഷൻ ചാനൽസ് തുറന്നു കിടന്നുകൊണ്ടല്ലേ ഒരു പരിധി കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ടെൻഷൻസ് നിയന്ത്രിക്കാൻ പറ്റിയതും ഡിസെൻഗേജ്മെൻറ്റ് നടത്തിയതും ഭംഗിയായിട്ട് അത് ഒരു നോർമൽസിയിലേക്ക് കൊണ്ടുവരാനും കഴിഞ്ഞത് കമ്മ്യൂണിക്കേഷൻ ചാനൽസ് അല്ലേ. ഇത് ഈ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് കംപ്ലീറ്റായിട്ട് മരവിപ്പിച്ചു. പാകിസ്ഥാനുമായിട്ട് യാതൊരു വിധത്തിലും ഡീലിങ്സ് ഇല്ല എന്നുള്ളത് ഇപ്പോഴത്തെ 10 വർഷമായില്ലേ. എന്നിട്ട് കാശ്മീർ പ്രശ്നത്തെ സ്വന്തം രീതിയിൽ പരിഹരിക്കാൻ സെറ്റിൽ ചെയ്യാനുള്ള ഒരു ശ്രമവും തുടങ്ങി. 370 തൊട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അത് ഒരു പരിധി വരെ അവരത് നിസ്സഹായരായിട്ട് നോക്കിയിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അവർക്ക് വളരെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതിൽ നിന്ന് അവരിപ്പോൾ കരകയറുകയാണ്. ഡിഫൻസ് പ്രിപ്പയർഡ്നെസ്സിൽ നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാകിസ്ഥാൻ ഒരു വളരെ ഫോർമിഡബിൾ എനിമിയാണ് ഇന്നും. ഡിഫൻസ് മാറ്റേഴ്സ് വരുന്ന സമയത്ത് ഒരു കൺഫ്രണ്ടേഷനോടെല്ലാം പോവുകയാണെങ്കിൽ അത് ഏതിവിടെ എത്തുന്നു എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. ആ രീതിയിലുള്ള ഒരു സിറ്റുവേഷനാണ്. ചില കാര്യങ്ങളിൽ അവർ ഇന്ത്യയെക്കാട്ടി മുന്നിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മിലിറ്ററി ഓപ്ഷൻ എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും കരുതരുത്. അതിലോട്ട് കടക്കരുത്. ഇന്ന് ബീഹാറിൽ പ്രധാനമന്ത്രി പറഞ്ഞത് ഞാൻ കേട്ടിടത്തോളം എനിക്ക് മനസ്സിലാക്കുന്നത്, ഈ സാങ്ച്വറീസിനെ അടിക്കുക, അല്ലെങ്കിൽ ഈ ട്രെയിനിങ് ക്യാമ്പുകളെ നശിപ്പിക്കുക, ഇതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ പിൻ പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവരെ ഫിസിക്കലായിട്ട് എലിമിനേറ്റ് ചെയ്യുക, ഇത്തരത്തിലുള്ള ഒരു തന്ത്രത്തിലോട്ട് കടക്കുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെന്നുണ്ടെങ്കിൽ ലാല് പറഞ്ഞതായിരിക്കും വരാൻ പോകുന്നത്. അതായത് ഇതിൻ്റെ കൂടെ ഒരു വളരെ വലിയൊരു കോൺസ്പിറസി ഉണ്ടോ എന്നുള്ളതാണ്. അതായത് ഇത് ട്രംപ് ഭരണത്തിലിരിക്കുകയാണ്. ഇവിടെ അമേരിക്കൻ സെക്യൂരിറ്റി ഒഫീഷ്യൽസ്, വളരെ ഹൈ ലെവലുള്ള ഒഫീഷ്യൽസ് ഇവിടെ തുളസി ഗബാർഡും മറ്റും ഇവിടെ വന്നിരുന്നു. അപ്പോൾ എന്താണ് ആശയവിനിമയം ഈ സർക്കാരുമായിട്ട് നമ്മൾ നടത്തിയെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അത്തരത്തിലുള്ള ഒരു ചുവടുവെപ്പ് നമ്മൾ എടുത്താൽ അതിൻ്റെ അലിബൈ ആയിട്ട് അമേരിക്ക കണക്കാക്കിയിട്ട് അവർ ഇൻ്റർഫിയർ ചെയ്യുന്നു. അതൊരു പോസിബിലിറ്റി. രണ്ടാമത്തെ പോസിബിലിറ്റി, ബംഗ്ലാദേശിലെ ഭരണകൂടം അവർ അവരാണ് മാറ്റിയതെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. CIA-യുടെ ഒരു ഓപ്പറേഷൻ, CIA-യുടെ ഒരു പ്രോജക്റ്റായിരുന്നു ഷെയ്ഖ് ഹസീനെ അവിടെ നിന്ന് മാറ്റിയത്. എന്നിട്ട് അവർക്ക് സ്വാധീനത്തിലുള്ള ഒരു സർക്കാരിനെ അവരവിടെ കൊണ്ടുവന്ന് വെപ്പിച്ചു. ആ സർക്കാരും പാകിസ്ഥാനും തമ്മിൽ ഇന്ന് ഉറ്റ ബന്ധത്തിലോട്ട് കടന്നിരിക്കുകയാണ്. അവർ കാശ്മീർ തന്നെ സംസാരിച്ചു. 18-ാം തീയതി അവരുടെ ഫോറിൻ സെക്രട്ടറി ലെവൽ ടോക്സിൽ കാശ്മീർ പ്രശ്നം അവർ സംസാരിച്ചു. മുന്നോട്ട് പോകുമ്പോൾ രണ്ട് കക്ഷികളും സഹകരിച്ച് പ്രവർത്തിക്കണം എന്നുള്ള ഒരു ആശയവിനിമയം അവിടെ ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ വളരെ ഒരു കൺഫ്യൂസിങ് പിക്ചറാണ് വരുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇതെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഒരു മിലിറ്ററി കൺഫ്രണ്ടേഷനിലേക്ക് പോകാൻ ഇന്ത്യ തയ്യാറെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി ഇത്തരത്തിലുള്ള ഗ്രാൻഡ് സ്റ്റാൻഡിങ്ങിൻ്റെ ആവശ്യം വരുന്നു. തിരഞ്ഞെടുപ്പുകളുണ്ട് ഇവിടെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നു. അപ്പോൾ അതിനെ എന്തെങ്കിലും ഫിനസ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു സമീപനമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റുള്ളത് വെർബലായിട്ടുള്ള റെറ്റോറിക് ആയിരിക്കും. യെസ്, ഞാൻ വരാം. എനിക്കൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ബ്രിഗേഡിയർ മോഹനൻ പിള്ള, നോക്കൂ, രാജ്യത്തിൻ്റെ പൊതുവായ ഒരു സൈനിക അവസ്ഥ എന്താണെന്നുള്ളത് GD ബക്ഷി മേജർ ജനറൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കൂടെ ഇതിലേക്കൊന്ന് ശ്രമിച്ചതാണ്. നമുക്ക് അടുത്ത ദിവസങ്ങളിലെങ്കിലും കിട്ടുമെന്ന് നോക്കാം. എന്താണെന്നുള്ളത് അങ്ങും ശ്രദ്ധിച്ചു കാണുമല്ലോ. മൊത്തത്തിൽ ഫോഴ്സിൻ്റെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. നമ്മൾ മുമ്പൊരിക്കൽ ചർച്ച ചെയ്തതാണ്, അഗ്നിവീർ വരുന്നത് വഴി എന്താണ് നേട്ടമുണ്ടാകാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകളൊക്കെ ഇവിടെ നടന്നതാണല്ലോ. എന്നിട്ടിപ്പോൾ
എന്താണ് സംഭവിച്ചത്? കാശ്മീരിൽ പോലും അവിടെ ഡ്യൂട്ടിക്കുള്ള സൈനികർക്ക് ഇരട്ടിയിലധികം പണിയാണ് അവിടെ. അവർക്ക് നിന്ന് തിരിയാൻ സമയമില്ലാത്ത അവസ്ഥ, അവരാകെ വല്ലാത്ത അവസ്ഥയിലും ഒക്കെയാണ്. രാജ്യത്ത് വേണ്ട സൈനികരുടെ എണ്ണവും ഇല്ല, പുതിയ റിക്രൂട്ട്മെൻ്റ് ഇല്ല എന്നതൊക്കെ. ഇതൊക്കെ ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ടോ? ലാൽ, ജനറൽ ബക്ഷി, ഇഫ് യു റിമെമ്പർ, ഒരു സമയത്ത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയപ്പോൾ എടുത്തിട്ടുള്ള ഡിസിഷൻസ് എല്ലാം ഫുൾ സപ്പോർട്ട് കൊടുത്തിട്ടുള്ള ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ ഈ അഗ്നിവീർ വന്നതോടുകൂടിയാണ് അദ്ദേഹം സ്റ്റാൻഡ് ചേഞ്ച് ചെയ്തത്. ഒരു കാരണവശാലും ഒരു കോൺട്രാക്റ്റ് എന്നുള്ള രീതിയിൽ 4 വർഷം 5 വർഷത്തേക്ക് മാത്രം കൊടുക്കേണ്ട ഒരു രീതിയല്ല അഗ്നിവീർ എന്നുള്ള രീതിയിൽ. അതിന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ സ്പഷ്ടമായിട്ടും പറഞ്ഞു. ഈ 5 വർഷം കൊണ്ടുള്ള ഈ കൊച്ചു കുട്ടികളെ അല്ലെങ്കിൽ ഈ കുട്ടികളെയും കൊണ്ട് ഒരു കമാൻഡറും ബാറ്റിൽ ഫീൽഡിലോട്ട് പോകാൻ ഇഷ്ടപ്പെടുത്തില്ല. കാരണം എക്സ്പീരിയൻസ് ആണ് അവിടെ പ്രധാനമായിട്ടും വേണ്ടത്. ആ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരെ കൊണ്ട് മാത്രമേ പോകാൻ പറ്റുള്ളെന്നും അതുപോലെ തന്നെ ഈ 5 വർഷം കൊണ്ട് ഒരു ലോയൽറ്റി കിട്ടത്തില്ലെന്നും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞാണ് അതിൽ മാൻ പവറിൻ്റെ കാര്യത്തിലോട്ട് ജനറൽ ബക്ഷി പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭദ്രകുമാർ സാറും അതുപോലെ തന്നെ എല്ലാവരും പറഞ്ഞത് വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു ഓപ്ഷൻ എന്നുള്ളത് കാര്യം, രാജ്യം, ദ കൺട്രി ഫസ്റ്റ്, സേഫ്റ്റി, ഹോണർ ആൻഡ് വെൽഫെയർ ഓഫ് ദി കൺട്രി കംസ് ഫസ്റ്റ് ഓൾവേസ് ആൻഡ് എവറി ടൈം എന്നാണ് എല്ലാ മിലിറ്ററി ഓഫീസേഴ്സിനെയും പഠിപ്പിച്ചു വിട്ടിട്ടുള്ളത്. അത് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, കാരണം ഗവൺമെൻറ് എല്ലായ്പ്പോഴും അവരവരുടെ അഡ്വാൻറ്റേജിന് വേണ്ടി നിലകൊള്ളും. അത് ബി ഇറ്റ് എ കോൺഗ്രസ് ഗവൺമെൻറ്, ബി ഇറ്റ് എ BJP ഗവൺമെൻറ്, എനി കൈൻഡ് ഓഫ് എ ഗവൺമെൻറ് എന്ന് പറയുന്നത് അവർക്ക് കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ അവരുടെ സർവൈവബിലിറ്റിയാണ്. ഇതിനകത്ത് മൂലകാരണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയട്ടെ, കാരണം 65-ൽ 17 ദിവസം കൊണ്ട്, വെറും 17 ദിവസം കൊണ്ട് പാകിസ്ഥാന്റെ 3/2 ഭാഗം നമ്മൾ അറ്റാക്ക് ചെയ്ത് ഒക്കുപ്പൈ ചെയ്തതാണ്. അത് കഴിഞ്ഞതിന് ശേഷം 66-ൽ അമേരിക്കയുടെ നിർബന്ധത്തിന് വഴങ്ങി റഷ്യയിൽ വെച്ച് താഷ്കെൻഡിലോട്ട് പ്രധാനമന്ത്രി ശാസ്ത്രിയെ വിളിച്ച് അവിടെ വെച്ച് ഒപ്പിടിപ്പിച്ച് മേടിപ്പിച്ച് പിന്നെയാണ് മനസ്സിലായത് എന്തോ ബ്ലണ്ടറാണ് കമ്മിറ്റ് ചെയ്തത് എന്നുള്ള രീതിയിൽ വന്നതിന് ശേഷമാണ് ശാസ്ത്രിക്ക് അവിടെ പിന്നീട് അതൊക്കെ ഒരു മിസറിയാണ്. എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. അറിയാമെങ്കിലും ആരും പുറത്ത് പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല. അതിന്റെ കാരണം ഇത് തന്നെയാണ്, വേറെ ഒന്നുമല്ല. കാരണം കാശ്മീർ വാലിയെയും അതുപോലെ തന്നെ രജൌരി പൂഞ്ചിനെയും ബന്ധിപ്പിക്കുന്ന പീർ പഞ്ചാൾ എന്ന് പറയുന്ന മനോഹരമായ പ്രദേശം, അത് ഒരു സമയത്ത് ടൂറിസ്റ്റുകളുടെ ഹെവനായിരുന്നത് ഇപ്പോൾ ടെററിസ്റ്റുകളുടെ ഹെവനായിരിക്കുന്ന ഈ പീർ പഞ്ചാൾ, അത് സൈന്യം അങ്ങേയറ്റം വരെ പോയതിന് ശേഷം ഈ എഗ്രിമെന്റ് വഴി തിരിച്ചു വരാൻ പറഞ്ഞു. തിരിച്ചു വന്ന് ബാക്ക് ടു ദ പൊസിഷൻ. കൂടാതെ തന്നെ നമ്മളുടെ കുറേ ഏരിയയായി കൂടി അപ്പുറത്തോട്ട് വിട്ടുകൊടുക്കേണ്ട ഒരവസ്ഥ വന്നപ്പോൾ അതിനെക്കുറിച്ചിട്ട് ആരും മിണ്ടുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പൂഞ്ച് രജൌരി സെക്ടറിൽ നമ്മൾ പൂഞ്ചിൽ പോയി കഴിഞ്ഞിട്ട് കാശ്മീരിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മേ ബി 1 hour 1.5 hour എന്നുള്ള ഒരു ലിങ്കിന് പകരമായിട്ട് വീണ്ടും തിരിച്ച് രജൌരി ഇറങ്ങി നൌഷേരയും ഇറങ്ങി റിയാസി വഴി വീണ്ടും ഉദംപൂരിലെത്തി വേണം വീണ്ടും കാശ്മീരിൽ പോകാൻ. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതാണ് ഓരോ പ്രാവശ്യവും ഗവൺമെന്റിന് വരുന്ന പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് അതിന്റെ തിക്തഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. ആ ഒരു പ്രശ്നം. കാര്യം ടെററിസത്തിനെ ആ രീതിയിൽ മാത്രം കണ്ട് ടെററിസം ആണ് എലിമിനേറ്റ് ചെയ്യേണ്ടത്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. കാര്യം കാശ്മീർ ഇതൊരു കാൽക്കുലേറ്റഡ് റിസ്ക് ആണ്. നമുക്ക് ഫുൾ ഫ്ലെഡ്ജ് വാറിന് ഇപ്പൊ പോകാൻ പറ്റില്ല. പോകാം, ദർ ഈസ് അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം. പക്ഷേ റിസ്ക് എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് വേണം. ആ കാര്യത്തിൽ AB വാജ്പേയി അതായത് ഓപ്പറേഷൻ പരാക്രം നടന്നപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ബലിദാൻ കെ ലിയെ തയ്യാർ രഹനാ ഔർ ആർ പാർക്കി ലഡായി യോഗ. അത് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഏത് എക്സ്റ്റെന്റ് വരെ? പക്ഷെ എനിക്കിപ്പോഴും വിശ്വാസമില്ല. കാരണം അമേരിക്കയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അമേരിക്ക ഇന്ത്യയോട് വ്യക്തമായിട്ട് പറയുകയാണ്, യു ഷുഡ് നോട്ട് ഗോ ഫോർ ദ വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് തീർന്നു. ഇന്ദിരാഗാന്ധിയുടെ സമയമല്ല, ഞങ്ങളുടെ രാജ്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറയാനുള്ള തന്റെ ഇടം ഇപ്പോഴും ഉണ്ടോ എന്നുള്ള കാര്യത്തിലാണ് സംശയം വന്നിരിക്കുന്നത്. കാര്യം രാജ്യം ഫസ്റ്റ് എന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ കണ്ട ഈ കാഴ്ച ഒരുപക്ഷെ നയതന്ത്ര വിദഗ്ധനായിരുന്ന MK ഭദ്രകുമാർ അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. താഷ്കൻഡും ഷിംല അഗ്രിമെന്റും ഒക്കെ ഈ രീതിയിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. നഷ്ടങ്ങൾ ഇന്ത്യക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വേണമെങ്കിൽ
തിരിച്ചു പിടിക്കാൻ വേണമെങ്കിൽ പട്ടാളത്തിന് അനുവാദം കൊടുക്കാനാകുമോ എന്നൊക്കെ നമുക്ക് അതും ഒന്ന് ചർച്ച ചെയ്ത് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഒരു ഇടവേളയിലേക്ക് എനിക്ക് പെട്ടെന്ന് പോകണം. ഭദ്രകുമാറിലേക്ക് അത് കഴിഞ്ഞ് ഉടനെ എത്താം. പെട്ടെന്നൊരു ചെറിയ കമൻറ്റുകൾ എല്ലാവർക്കും കിട്ടാനുള്ള അവസരം ഇടവേളയ്ക്ക് ശേഷം. ഷിംലയും ടാഷ്കൻഡും ഇല്ലായിരുന്നുവെങ്കിൽ പഹൽഗാം ഉണ്ടാകില്ലായിരുന്നു എന്ന് നമുക്ക് വിലയിരുത്താനാകുമോ? ഇല്ല, അതൊക്കെ നമ്മൾ ഒരു എന്താ പറയുന്നത്, വളരെ അവ്യക്തത നിറഞ്ഞ ഒരു വിഷയമാണത്. അതിൽ ഒന്നാമത് ഞാനിത് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. ലാൽ അതിന് നിർബന്ധിക്കരുത്. പിന്നെ രണ്ടാമതുള്ളത്, ഈ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അപ്പോൾ വിട്ടുവീഴ്ച ചെയ്യുന്നത് കാശ്മീർ പ്രശ്നത്തെക്കുറിച്ച് മാത്രമുള്ള വിട്ടുവീഴ്ച ആയിരിക്കത്തില്ല, മറ്റു പല പ്രശ്നങ്ങളെയും കൂടെ കണക്കിലെടുത്തുകൊണ്ടുള്ളതായിരിക്കാം. ആലോചിച്ച് നോക്കണം, ആ വർഷങ്ങളിൽ PL480 ഒരു യാഥാർത്ഥ്യമായിരുന്നു. ഞാൻ സ്കൂളിലും മറ്റും പഠിക്കുന്ന സമയത്ത് ട്രെയിനുകളിൽ ഒരു ട്രെയിൻ വന്നില്ല, ഗോതമ്പുമായിട്ട് അന്ന് തൊട്ടാണ് നമ്മളെല്ലാം ചപ്പാത്തി കഴിച്ചു തുടങ്ങിയത്. ഒരു ട്രെയിൻ വന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ക്ഷാമമാവും കേരളത്തിൽ. അത്തരത്തിലുള്ള വളരെ ടച്ച് ആൻഡ് ഗോ സിറ്റുവേഷനാണ് കപ്പലുകളിൽ, ഓരോ കപ്പലും ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഇന്ത്യയെക്കുറിച്ച് ഓർക്കണം. ആ ഒരു ഇന്ത്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ, ഇന്ന് ആ 60കളിലുള്ള ആ ഇന്ത്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ, ഇന്ന് ഉള്ളത്തെ പരിസ്ഥിതിയുമായിട്ട് നമ്മൾ അതിൻ്റെ യാർഡ് സ്റ്റിക്സ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ഷിംലയെ കുറിച്ചാണെങ്കിലും താഷ്കന്ദിനെ കുറിച്ചാണെങ്കിലും. തീർച്ചയായും എനിക്കത് മനസ്സിലാവും. ശ്രീ എം കെ ഭദ്രകുമാർ, ഞാൻ താങ്കളെ ഇന്നതിനെ നിർബന്ധിക്കില്ല. നമുക്ക് പതുക്കെ ഇതൊക്കെ രാജ്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് ഇത് കൊണ്ടുവരേണ്ടി വരും. ഞാൻ അപ്പോഴത്തേക്കും നമുക്ക് ആ ചർച്ച അവിടെ ഡെവലപ്പ് ചെയ്ത് പോകുമെന്ന് വിചാരിക്കാം. ശ്രീ ബ്രിഗേഡിയർ മോഹനൻ പിള്ള, ഈ പറയുന്ന സൈനികരുടെ എണ്ണം എന്നതിനപ്പുറമുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കണ്ടല്ലോ, അമേരിക്കയുടെ കൈയുണ്ടോ, ബംഗ്ലാദേശിൻ്റെ കൈയുണ്ടോ, ഇതൊക്കെ ഒരു കോൺസ്പിറസി ഇവിടെ ഉണ്ടോ എന്നൊക്കെ വായിച്ചെടുക്കുന്നുണ്ട്. സൈനികർ പോലും ബലി കൊടുക്കേണ്ടി വന്നു അവരുടെ ജീവൻ പുൽവാമയിൽ. ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പഹൽഗാം, ഇതിനൊക്കെ ഒരു ഉത്തരം ഇപ്പോഴും തരുന്നില്ല. വീണ്ടും രാഷ്ട്രീയ ലാഭം ആയി അത് അവസാനിക്കുമോ? ബ്രിഗേഡിയർ മോഹൻ പിള്ളയിലേക്ക് ഞാൻ വരാം. അത് ശബ്ദത്തിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. ശ്രീ വിഷ്ണു, ഇന്ത്യ നമ്മൾ പലപ്പോഴും പാഠപുസ്തകങ്ങളിലൂടെ പഠിച്ചു മാത്രം പറഞ്ഞ ഇന്ത്യയല്ല, നമ്മുടെ ഇന്ത്യയാണ്. നമുക്കറിയാം, നമ്മൾ സിനിമയിൽ കാണുന്നത് പോലെയല്ല കാര്യങ്ങൾ. മുന്നോട്ട് ഇന്ത്യയുടെ പ്രതിച്ഛായ എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. അതിനകത്ത് വിട്ടുവീഴ്ചകളുണ്ട്. നെഗോഷിയേഷനാവുമ്പോൾ വിട്ടുവീഴ്ചകൾ വരും. രാജ്യം എന്നുള്ള നിലയ്ക്ക് ആളുകൾ ഒരു മൂന്നാം ചേരി ആയി പോലും ഇന്ത്യ അതിൻ്റെ തലപ്പത്ത് നിന്ന കാലമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അവിടെ നിന്നൊക്കെ ഇനി നമുക്ക് വെറും ഒരു പാകിസ്ഥാൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യയെ കൊണ്ട് എത്തിക്കണോ? അല്ല, ലോകത്ത് സമാധാനത്തിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം തന്നെയാണ് നമ്മുടെ രാജ്യം. അതുകൊണ്ട് നമ്മളെടുക്കുന്ന ഒരു കൃത്യമായ ഒരു പോളിസി ഉണ്ട്. നമ്മൾ ആരെയും ആക്രമിക്കാൻ പോയിട്ടില്ല. അത് ഇന്നോ ഇന്നലെയോ അല്ല, നൂറ്റാണ്ടുകളായി നമ്മുടെ രാജ്യത്ത് തുടർന്നു വരുന്ന ഒരു ശൈലിയും നമ്മുടെ സംസ്കാരവും തന്നെയാണ്. പക്ഷേ ഇങ്ങോട്ട് കയറി ആക്രമിച്ചാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലും നോക്കിയിരുന്നിട്ടില്ല. നമ്മൾ പൊരുതിയിട്ടുണ്ട്. അത് നൂറ്റാണ്ടുകളായി അങ്ങനെ തന്നെയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മെ ആക്രമിച്ച എല്ലാ ശക്തികളോടും നമ്മൾ പൊരുതി ജയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഭീകരതയോടും ഭീകരവാദികളോടും പാകിസ്ഥാനോടും ഒരു വിട്ടുവീഴ്ചയുമില്ല. അതിശക്തമായ രീതിയിൽ തന്നെ പല നടപടികളുമായും സർക്കാർ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ രാജ്യത്തെ 140 കോടി ജനതയുടെയും പിന്തുണ ഈ സർക്കാരിനുണ്ട് എന്നുകൂടി ഞാൻ ഓർമ്മിക്കുന്നു. KT കുഞ്ഞിക്കണ്ണൻ, എത്ര ദിവസം കാത്തിരിക്കണം ഇതിനൊക്കെ? ഇതിങ്ങനെയൊക്കെ നടക്കുമോ എന്നൊക്കെ നമുക്ക് ചരിത്രം അറിയാവുന്നവരാണല്ലോ. അല്ല, ഭീകരവാദത്തോട് വളരെ ശക്തമായ ഒരു പൊളിറ്റിക്കൽ നിലപാടെടുക്കാൻ ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിന് കഴിയുമോ എന്ന ചോദ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ RSSകാർ സ്ഥിരം പറയുന്നത് പോലെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് പാകിസ്ഥാനെ ഞങ്ങൾ അടിച്ചിരുത്തും, അവർക്ക് കുടിവെള്ളം മുട്ടിക്കുന്നു പറയലല്ല, മറിച്ച് പാകിസ്ഥാൻ കേന്ദ്രമായ ഭീകരവാദികൾക്ക് എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ കഴിയുന്നത്, അതിനെങ്ങനെയാണ് കഴിയുന്നത് എന്ന ചോദ്യത്തിന് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ. ഇന്ത്യൻ ഡിഫൻസിലെ സൈന്യത്തിലെ തന്നെ പലരെയും അവരവരുടെ സ്പൈമാരായി നിയോഗിച്ചിട്ടുണ്ട്. BJPയുടെ IT സെല്ലിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ പോലും ചാരവൃത്തി നടത്തിയതായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കാശ്മീർ താഴ്വരയിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ഭീകരവാദികളെ
CBI ചോദ്യം ചെയ്തപ്പോൾ പുറത്തു വന്ന വിവരമാണ് ജെയിൻ ഹവാല കേസ്. ആ ജെയിൻ ഹവാല കേസിൽ ഏറ്റവും കൂടുതൽ പണം കാശ്മീർ തീവ്രവാദികൾക്ക് പണം കൊടുക്കുന്ന അതേ കേന്ദ്രങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം സ്വീകരിച്ചത് ആരൊക്കെയായിരുന്നുള്ള അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് വിഷ്ണു, ഞാൻ സംസാരിക്കാൻ ചാടി വീണിട്ട് കാര്യമില്ല. ഈ രാജ്യത്തെ ഈ അവസ്ഥയിലെത്തിച്ച നിങ്ങളുടെ ഒരു പൊളിറ്റിക്സ്, നിങ്ങളുടെ ഒരു രാഷ്ട്രീയ നിലപാട്, ആ രാഷ്ട്രീയ നിലപാടാണ് യെസ് 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 ആ വ്യക്തമായി. രാഷ്ട്രീയ പഹൽഗാമില് ഇന്ത്യക്കാരായ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയത്. അതിന് ഉത്തരം പറയാനും അതിന് ഉത്തരവാദികളായവർക്കെതിരായിട്ട് നടപടി അതിന്റെ എടുക്കാനുമുള്ള ഉത്തരമാണ് ധൈര്യം വേണ്ടത്. കാണിക്കുന്നതിന് അതിന്റെ പകരം ഉത്തരമാണ് വേണ്ടത്. ഈ വേറെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല. അതിന്റെ ഉത്തരം തന്നെയാണ് വേണ്ടത്. അവസാനമായി ബ്രിഗേഡിയർ മോഹനൻപിള്ള, എനിക്ക് നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ ഉത്തരം താങ്കൾക്ക് തരാനായില്ല. എന്നാൽ ഒരു 30 സെക്കൻഡ് മാത്രമേ എനിക്ക് താങ്കൾക്ക് തരാനുള്ളൂ. ഇതാ ഇവിടെ നേരത്തെ ചൂണ്ടിക്കാട്ടിയല്ലോ, പല കോൺസ്പിറസികൾ സംശയിക്കപ്പെടുന്നു. അമേരിക്ക ഉണ്ടാകാം, ബംഗ്ലാദേശ് ഉണ്ടാകാം, ഇനി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള മറ്റ് ഇൻ്റലിജൻസ് ഏജൻസികൾ അവരുടേതും ഒക്കെ ഉണ്ടാകാം. ഇതൊക്കെ എങ്ങോട്ടേക്കാണ് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിച്ഛായയെ തന്നെ തകിടം മറിക്കുന്ന തരത്തിലേക്ക് അത് സംശയിക്കേണ്ടേ ഇതൊക്കെ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഉടനെ തന്നെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കൺവെൻഷണൽ വാർ ഉണ്ടാകും എന്നുള്ള ഒരു രീതിയിലോട്ട് നമുക്കിപ്പം വിശ്വസിക്കാൻ പറ്റില്ല. കാര്യം ഞാൻ പറഞ്ഞല്ലോ, അമേരിക്കയുടെ ബ്ലെസ്സിങ്സ് ഇല്ലാതെ ഒരു കാരണവശാലും ആസ് ഓഫ് നൗ ഇന്ത്യ വിൽ നെവർ മൂവ്. ഇന്ത്യ ഒരു കാരണവശാലും മുന്നോട്ട് പോവില്ല. അപ്പോൾ തീർച്ചയായിട്ടും വാർ ഓൺ ടെറർ, വീണ്ടും ഞാൻ അത് തന്നെ പറയുന്നത്, ആ ഒരു രീതിയിലോട്ട് വരാനായിട്ട് ഇപ്പം ഈ സമയത്ത് തന്നെ പാകിസ്ഥാൻ സെക്യൂരിറ്റി കൗൺസിലിൽ അവർ റെപ്രസെൻറ്റേഷൻ കൊടുത്തു കാണും തീർച്ചയായിട്ടും. അപ്പോൾ സെക്യൂരിറ്റി കൗൺസിലിന് ഏത് രീതിയിലാണ് വരുന്നത് എന്നുള്ളത് വെച്ചിട്ടായിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇന്നുവരെ നമ്മൾ ഒരു കാരണവശാലും ഐക്യരാഷ്ട്ര സംഘടനയുടെ എതിർപ്പ് അവഗണിച്ച് നമ്മൾ മുന്നോട്ട് പോയ ചരിത്രം ഉണ്ടായിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ലോകരാജ്യങ്ങളുടെ ഒപ്പമാണ് നിൽക്കുന്നത്. ഒരു സെക്യൂരിറ്റി കൗൺസിലും പറയത്തില്ല. ഇക്കാലം അത്രയും നമ്മൾ ചെയ്തതിന് രാജ്യത്തിനൊരു പേരുണ്ട്, ഒരു രീതിയുണ്ട്, ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രമൊക്കെ മറന്നുകൊണ്ട് ഇതാ ഇപ്പൊ പഹൽഗാമിലൂടെ അല്ലെങ്കിൽ ഇപ്പൊ പാകിസ്ഥാൻ നമുക്കെതിരെ വല്ലാതെ വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇതെല്ലാം മറന്നുകൊണ്ടുള്ള ഒരു പരിപാടിയിലേക്ക് പോകാൻ നമുക്ക് ആകുമോ എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഉണ്ടാകേണ്ടതുണ്ട്. ഇന്നും നാളത്തേക്കും വേണ്ടി നിൽക്കാനുള്ള ഉത്തരങ്ങൾ മാത്രം നൽകിയതുകൊണ്ടായില്ല. രാജ്യത്തിൻ്റെ അസ്തിത്വത്തെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്കും പോകാനുമാകില്ല. അത് നിലനിർത്തിക്കൊണ്ട് രാജ്യത്തിന് സുരക്ഷ വേണം. കാശ്മീർ നയത്തിൽ പ്രശ്നങ്ങളുണ്ടായി ഈ സർക്കാരിൻ്റേത് എന്നുള്ള മുറവിളികളും ഉണ്ടാകുന്നുണ്ട്. അതും കേൾക്കേണ്ടതുണ്ട്. അതൊക്കെ ഈ പഹൽഗാമിലേക്ക് എത്തിച്ചോ എന്നതാണ് അറിയേണ്ടത്. നമുക്ക് അടുത്ത ദിവസങ്ങളിലും ഈ ചർച്ച തുടരേണ്ടതുണ്ട്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ശ്രീ BG വിഷ്ണു, ഒപ്പം MK ഭദ്രകുമാർ, ബ്രിഗേഡിയർ മോഹനൻപിള്ള. ന്യൂസ് അവസാനിക്കുന്നു.